السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم. وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മസ്ജിദുകളിലൊന്നിൽ റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെടുത്തിയ, അത് നോമ്പുകാരായ നിലയിൽ ഈ ഇൽമിന്റെ സദസ്സിലുള്ള ഒത്തുകൂടൽ റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നാഫിയായ ഇൽമ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സിലെ ഇരുത്തം രണ്ട് ലോകത്തേക്കും ഗുണകരമായ ഒരു ഇരുത്തമാക്കി അല്ലാഹു മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അല്ലാഹുർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്, എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അന്ധകാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് മാനവ സമൂഹത്തെ രക്ഷിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നേതാവായ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലും നബിയുമായി നിയോഗിക്കുകയുണ്ടായി. ആ റസൂലിനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും മഹത്തരമായ മുഅ്ജിസത്തുകളും നൽകി റഹ്മാനായ അല്ലാഹു ആദരിക്കുകയുമുണ്ടായി. അതിലേറ്റവും, ആ ആദരവിൽ ഏറ്റവും അനുഗ്രഹീതവും അമൂല്യമായ സ്ഥാനവും മഹത്തരവുമായത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാകുന്നു. അല്ലാഹു അക്ബർ കബീറ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ നബിയ്യിൻ من الأنبياء إلا قد أعطي من الآيات ما مثله آمن عليه البشر وإنما كان الذي أوتيته وحيا أوحى الله إلي فأرجو أن أكون أكثرهم تابعا يوم القيامة. മനുഷ്യർ നബിമാരിൽ, പ്രവാചകന്മാരിൽ, നബിമാരിൽ വിശ്വസിക്കേണ്ടതിനായി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെടാത്തൊരു പ്രവാചകരും ഉണ്ടായിട്ടില്ല. നിശ്ചയമായും എനിക്ക് നൽകപ്പെട്ടത് വഹിയാകുന്നു. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നൽകപ്പെട്ടത് വഹിയാകുന്നു. ഫഅർജു അൻ അകൂന അക്തറഹും താബിഅൻ യൗമൽ ഖിയാമ. അവസാന നാളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റപ്പെട്ടവൻ, കൂടുതൽ അനുയായികളുള്ള പ്രവാചകർ ഞാനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആ അനുയായികളുള്ള പ്രവാചകരുടെ
അനുയായികളായി സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. വഹി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനാണ്. അവന്റെ അനുഗ്രഹീതമായ വഹിയാകുന്ന ഖുർആൻ. അള്ളാഹുവിന്റെ കിതാബിൽ കാണാം, കിതാബുൻ ഉഹ്കിമത് ആയാതുഹു ثم فصلت من لدن حكيم خبير. ഒരു പ്രമാണ ഗ്രന്ഥമത്രയത്, ഒരു പ്രമാണ ഗ്രന്ഥമത്രയത്. അതിലെ വചനങ്ങൾ ആശയഭദ്രതയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് അത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. യുക്തിമാനും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതത്രേ അതെന്ന്. ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കലാം. അതിനെക്കുറിച്ച് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത് അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അവനിൽ നിന്നാണ് അത് ആരംഭിച്ചത്, അവനിലേക്ക് തന്നെ അത് മടക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിന്റെ കലാം ആണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ ഓതുന്ന, നമ്മൾ പഠിക്കുന്ന, നമ്മൾ തദബ്ബുർ നടത്താൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ്. റബ്ബ് പറഞ്ഞ വാക്കെന്തറിയോ? وَإِنَّهُ لَتَنزِيلُ رَبِّ الْعَالَمِينَ نَزَلَ بِهِ الرُّوحُ الْأَمِينُ عَلَى قَلْبِكَ لِتَكُونَ مِنَ الْمُنذِرِينَ بِلِسَانٍ عَرَبِيٍّ مُبِينٍ. 26-ാം അധ്യായം സൂറത്ത് ശുഅറാഇന്റെ 192 മുതൽ 195 വരെയുള്ള ആയത്ത്. അല്ലാഹു പറയാണ്, തീർച്ചയായും ഈ ഖുർആൻ ഇത് റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചത് തന്നെയാകുന്നു. ജിബ്രീൽ, അതാണ് ഇവിടെ റൂഹുൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്താത്മാവ് അഥവാ ജിബ്രീൽ ആ ഖുർആൻ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. എവിടെ? അലാ ഖൽബിക, നബിയെ അവിടുത്തെ ഹൃദയത്തിൽ. എന്തിന്? ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കൾ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, ഏതാണ് അതിന്റെ ഭാഷ? സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഒരിക്കൽ മുമ്പ് ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിങ്കൽ നിന്നാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. അത് പരിശുദ്ധവാനായ ജിബ്രീൽ മുഖേനയാണ് ഇറക്കപ്പെടുന്നത്. അത് ഏറ്റവും പരിശുദ്ധരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ഇറക്കപ്പെടുന്നത്. അത് അല്ലാഹു തആല ഇറക്കുന്നത് പരിശുദ്ധമായ മക്കയിലാണ്. മാത്രമല്ല അത് ഇറക്കിയ ഭാഷ പരിശുദ്ധമായ അറബി ഭാഷയാണ്. ആ ഖുർആൻ ആദ്യമായി ലഭിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ 100 ആയത്തുകളിലൂടെ പരാമർശിക്കപ്പെട്ട സ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിം കുല്ലിഹിം അജ്മഈൻ. ഈ റമളാനിലൊക്കെ അള്ളാന്റെ ഖുർആൻ കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പോകേണ്ടത്, ഇതൊരു വന്ന വഴിയുണ്ട്, ഇത് വന്നൊരു വഴിയുണ്ട്, ഇതാദ്യമായി കയ്യിൽ പിടിച്ചൊരു സമൂഹമുണ്ട്, ഇത് ലോകരോട് പ്രഖ്യാപിച്ചൊരു പ്രവാചകരുണ്ട്. അവിടേക്ക് ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, ഇതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഇതിൽ അസത്യം വന്നെത്തുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞ ആ ഒരു വരവുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന 23 വർഷക്കാലഘട്ടത്തിനിടയിൽ എവിടുന്ന്? തൻസീലു റബ്ബിൽ ആലമീൻ, ആലമിന്റെ റബ്ബായ അല്ലാഹുവിങ്കൽ നിന്ന്. നമ്മൾ ആ ഖുർആനെയാണ് നമ്മൾ കയ്യിലേന്തിയിട്ടുള്ളത്. ആ ഖുർആനാണ് നമ്മൾ പല ഭാഗത്തും ഷെൽഫിൽ അടുക്കി വെച്ചത്. ഈ ഖുർആനാണ് നമ്മൾ അതിന്റെ അഹലുകാരാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഖുർആനെ മുന്നിൽ വെച്ചിട്ടാണ്. പ്രിയമുള്ളവർ, എന്താണ് ഖുർആൻ? നമ്മൾ ശരിക്കും പഠിക്കണം. അത് വ്യവസ്ഥിതിയിൽ ഏറ്റവും ഭംഗിയുള്ളതാണ്, വിശദീകരണത്തിൽ സമ്പൂർണമാണ്, വാക്കുകളിൽ സ്ഫുടതയുള്ളതാണ്, ഹലാലിന്റെയും ഹറാമിന്റെയും കാര്യത്തിൽ ഏറ്റവും വ്യക്തതയുമുള്ള ഒരു ഗ്രന്ഥമാണ്. അല്ലാഹു പറഞ്ഞതെന്താ? ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. മറ്റൊരിടത്ത് സൂറത്ത് ഫുസ്സിലത്തിന്റെ 42 അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തൂല, ഹക്കീമും ഹമീദുമായവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അതെന്നാണ്. ഈ ഗ്രന്ഥം മുൻഗാമികളെ കുറിച്ച് ഉണർത്തുകയും
നമുക്ക് ശേഷമുള്ള അല്ലെങ്കിൽ ഈ ഖുർആൻ അവതരിക്കപ്പെടുന്ന കാലഘട്ടത്തിന് ശേഷമുള്ളവരെ സംബന്ധിച്ച് അറിയിച്ചു തരികയും നമുക്കിടയിൽ വിധി നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഖുർആനെ കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്ന വചനങ്ങൾ കാണാൻ പറ്റും. അതിലുള്ളത്, ഖുർആനിലുള്ളത് അതീവ ഗൗരവമുള്ളത്, ഒന്നുപോലും തമാശയല്ല. ഖുർആൻ ഗൗരവമാണ്, ഒരിക്കലും തമാശയല്ല. അഹങ്കാരം മുഖേന ആ ഖുർആനിനെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അള്ളാഹു അവനോട് പകരം വീട്ടുന്നതാണ്. അതല്ലാത്ത മാർഗദർശനം, അതല്ലാത്ത ഖുർആൻ അല്ലാത്തൊരു മാർഗദർശനം ആരെങ്കിലും സ്വീകരിച്ചാൽ അള്ളാഹുവിനെ വഴികേടിലാക്കുന്നതുമാണ്. അത് ഖുർആൻ അള്ളാഹുവിന്റെ വരിഷ്ഠമായ ഖൈറാണ്, യുക്തിമത്തായ ദിക്റാണ്, ചൊവ്വായ മാർഗദർശനവുമാണ്. ഒരിക്കലും അത് തന്നിഷ്ടത്തിലേക്ക് വഴി നടത്തുകയോ നാവുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യില്ല. ഏതിൽ നിന്ന്? ഖുർആനിൽ നിന്ന്. അഹ്ലുസുന്നയുടെ ഉലമ അവർക്ക് വിശപ്പടങ്ങില്ല. വിമർശനങ്ങളുടെ ആധിക്യം ആരൊക്കെ വിമർശിച്ചാലും ഒരിക്കലും അതിനെ നശിപ്പിക്കൂല. പ്രിയമുള്ളവരെ, അതിൽ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. മഹാത്ഭുതമാണ് ഖുർആൻ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ പ്രതിഫലാർഹനായിരിക്കും. ഖുർആൻ കൊണ്ട് പ്രവർത്തിച്ചവന് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വിധിച്ചാൽ അവൻ നീതി ചെയ്യുന്നവനാണ്. ആരെങ്കിലും അതിലേക്ക് ക്ഷണിച്ചാൽ ഏറ്റവും ശരിയായ മാർഗത്തിലേക്കാണ് അവൻ മാർഗദർശനം നൽകിയിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞതാ, ലാകിനില്ലാഹു യശ്ഹദു ബിമാ أنزل إليك أنزله بعلمه والملائكة يشهدون وكفى بالله شهيدا. 4-ാം അധ്യായം സൂറത്തു നിസാ 166-ാമത്തെ ആയത്ത്. എന്നാൽ അല്ലാഹു നിനക്ക് അവതരിപ്പിച്ചു തന്നതിന്റെ കാര്യത്തിൽ അല്ലാഹു തന്നെ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മലക്കുകളും അതിന് സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ടോ വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായ അല്ലാഹു മദീനൻ. ഖുർആൻ അത് അല്ലാഹുവിന്റേതാണ്. ഖുർആൻ അത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ആരാണ് സാക്ഷി? ഒന്നാമത്തെ സാക്ഷി ആരാ? അല്ലാഹുവാണ്. പിന്നെയോ മലായികത്തുകളാണ്. ഒന്നും കൂടി അല്ലാഹു പറയാണ്, വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായ അല്ലാഹു മദീനൻ. പ്രിയമുള്ളവരെ, ലോകർക്ക് അനുഗ്രഹമായിട്ടും പ്രവേശിക്കുന്നവർക്ക് വ്യക്തമായ വഴിയായിട്ടും മുഴുവൻ സൃഷ്ടികൾക്കെതിരെയുമുള്ള തെളിവുകളുമായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും നേതാവിന്റെ അവശേഷിക്കുന്ന ഒരേ ഒരു മുഅ്ജിസത്താണത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസ, മുഅ്ജിസത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത്? അള്ളാഹുവിന്റെ ഖുർആൻ. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ തീക്കുണ്ടാരം ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമേകി. എവിടെയുന്നത്? ഇല്ല, ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ വടി പാമ്പാവുകയും സാഹിറന്മാരുടെ വടികളെ, പാമ്പായ വടികളെ മുഴുവനും വിഴുകുകയും ചെയ്തു. എവിടെ ആ വടി? ഇല്ല, അത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. ആ വടി കൊണ്ട് അടിക്കുകയും രണ്ടായി പിളരുകയും അതിനിടയിലൂടെ അവർ നടന്നു പോവുകയും ചെയ്തു. മൂസാ നബിയുടെ മുഅ്ജിസത്താണ്. എവിടെയുന്നത്? ഇല്ല, ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരുടർക്ക് കാഴ്ച ശക്തി നൽകി. എവിടെ? ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. പാണ്ഡുരോഗിയുടെ പാണ്ഡുരോഗത്തെ സുഖപ്പെടുത്തി. എവിടെ? ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം വിശപ്പടങ്ങാനാകാത്ത സ്ഥിതിവിശേഷം അവിടുന്ന് പറഞ്ഞു. അവിടുത്തെ ഒരാൾ ക്ഷണിച്ചു, കൂടെ രണ്ടാളെ കൂട്ടിപ്പോയി. വന്ന ആൾക്ക്, ആദിത്യമരുളിയാൾക്ക് പ്രയാസകരമായി. ഭാര്യ പിറുപിറുക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഭക്ഷണം കൊണ്ടുവരാൻ. അവിടുന്ന് അതിൽ കൈവച്ചു, അതിൽ തുപ്പി. അവിടുന്ന് പ്രാർത്ഥിച്ചു. വന്ന ആളുകൾ, പിന്നെയും വന്ന ആളുകൾ, ഒരുപാട് ആളുകൾ, എണ്ണിയാൽ തീരാത്തത്ര ആളുകൾ. സ്വഹാബത്ത് മുഴുവനും ഭക്ഷിച്ചിട്ടും ഭക്ഷണം ബാക്കിയായി. എവിടെ? ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. ആ ഭക്ഷണം എന്നില്ല, മുഅ്ജിസത്തൊന്നുമില്ല. നബിയുടെ വിരലുകൾക്കിടയിലൂടെ ദാഹജലമൊഴുകി, കുടിനീരൊഴുകി. എവിടെ? ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. പക്ഷെ ഇന്നതില്ല. എന്നാൽ ലോകരുടെ മുഴുവനും മുന്നിൽ ഒരു സാക്ഷിയായ ഒരു മുഅ്ജിസത്ത് മാത്രം ബാക്കി നിൽക്കുന്നു. ഏതാണത്? അല്ലാഹുവിന്റെ ഖുർആൻ.
ലോകത്തൊരു മുഅ്ജിസത്തും ബാക്കിയാകാത്തടത്ത് ബാക്കിയായ ഒരേ ഒരു മുഅ്ജിസ അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിൽ ലോകത്തൊരു പ്രവാചകന്റെ മുഅ്ജിസത്തും ബാക്കിയായിട്ടില്ല. ബാക്കിയായത് ഒരേ ഒരു മുഅ്ജിസത്താണ്. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ. അല്ലാഹു അക്ബർ. അല്ലാഹു ആ ഖുർആനിന്റെ സ്ഥാനത്തെ പ്രതാപമാക്കുകയും അതിന്റെ അധികാരത്തെ ഉന്നതമാക്കുകയും ജനങ്ങൾക്കിടയിലുള്ള അതിന്റെ സ്ഥാനത്തെ ഘനമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു. ആരെങ്കിലും അതിനെ ഉയർത്തിയാൽ, ഇതിനെ ഖുർആനിനെ ഉയർത്തിയാൽ അള്ളാഹു അവനെയും ഉന്നതിയിലാക്കുന്നതാണ്. ആരെങ്കിലും അതിനെ അവഗണിച്ചാൽ അള്ളാഹു അവനെയും അവഗണിക്കുന്നതാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഉദ്ധരിച്ച ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഈ ഗ്രന്ഥം മുഖേന, ഏത് ഗ്രന്ഥം? നാം ഓതുന്ന, നാം കയ്യിൽ വെച്ച നമ്മുടെ വിശുദ്ധമായ ഖുർആൻ, നമ്മുടെ മൊബൈലുകളിൽ ആപ്പായി നമ്മൾ സ്വീകരിച്ച ഈ ഖുർആൻ, ഈ ഗ്രന്ഥം മുഖേന അള്ളാഹു ചില സമൂഹങ്ങളെ ഉയർത്തുകയും വയദഉ ബിഹി ആഖരീൻ, മറ്റു ചിലരെ താഴ്ത്തുകയും ചെയ്യുന്നതാണ്. അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു നമ്മെ ഈ ഗ്രന്ഥം മുഖേന ഉയർത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇത് ആദരവാണ്, ഇതാദരവാണ്, കറാമത്താണ്. എത്ര നല്ല ആദരവാണ്! നമ്മുടെ റബ്ബിന്റെ ഗ്രന്ഥം നമ്മുടെ കൈകളിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിങ്കിൽ നിന്നാണ് അത് വന്നത്. അത് ഒമാൻ ആകാശത്തിലേക്ക് അള്ളാഹു ഇറക്കാണ്. പിന്നീട് ഘട്ടം ഘട്ടമായി 23 വർഷ കാലഘട്ടത്തിനിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവിടുന്ന് അത് സ്വഹാബത്തിന് ഓതിക്കൊൾപ്പിക്കുന്നു. അവരത് പഠിക്കുന്നു, അവരത് മനഃപ്പാഠമാക്കുന്നു, അത് അവർ ജീവിതത്തിലേക്ക് പകർത്തുന്നു, അവരെ തദബ്ബുർ ചെയ്യുന്നു, അവരത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് 1400 വർഷങ്ങൾക്കിപ്പുറം ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത്. അല്ലാഹു അക്ബർ കബീറ. എത്ര നല്ല ആദരവാണ്, എത്ര നല്ല ആദരവാണ്! നമ്മുടെ റബ്ബിന്റെ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിൽ, അള്ളാഹുവിന്റെ കലാമാണ് നമ്മുടെ കയ്യിൽ, എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്ന വിജ്ഞാനമാണ് നമ്മുടെ കയ്യിൽ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഖുർആനുമായി, ഈ ഖുർആനുമായി, അള്ളാഹുവിന്റെ കലാമുമായി ഈ വിശുദ്ധ റമദാനിൽ പോലും നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ഖുർആനിനോട് നാം കാണിക്കേണ്ട മര്യാദയും ഇപ്പോൾ നാം ഖുർആനുമായി ഉള്ള നമ്മുടെ അവസ്ഥയും തമ്മിൽ അനന്തമായ അന്തരമുണ്ട്, വിശാലമായ വ്യത്യാസവുമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. പാരായണത്തിൽ നമ്മളതിനെ അശ്രദ്ധയിലാക്കി, പഠനത്തിൽ നാം അതിനെ അവഗണിച്ചു, മനഃപ്പാഠമാക്കുന്നതിൽ നാം അതിനെ അവഗണിച്ചു, ഓതുന്നിടത്ത് നമ്മൾ അലസതയിലാണ്, അതിനെപ്പറ്റി ചിന്തിക്കുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ നമ്മൾ അശ്രദ്ധയിലാണ്. അത്ഭുതകരം, അല്ലെങ്കിൽ ആശ്ചര്യം, എങ്ങനെ പറയാ, സങ്കടകരം ഈ ഉമ്മത്തിന്റെ കാര്യം. വല്ലാത്ത സങ്കടമാണ്. മാഗസിനുകളിൽ, പത്രങ്ങളിൽ, സീരിയലുകളിൽ, എല്ലാറ്റിലും ഉപരി മൊബൈലിനകത്ത് ഇങ്ങനെ തുറന്നു വെച്ച് അതിങ്ങനെ മീതേക്ക് സ്ക്രോൾ ചെയ്ത് വ്യത്യസ്തമായ ഫുഡ് ചാനലുകൾ, വ്യത്യസ്തമായ കളി ചാനലുകൾ, വ്യത്യസ്തമായ ആളുകളുടെ ചാനലുകൾ, മലയാളികളായ ഒരുപാട് മുസ്ലിം പെണ്ണുങ്ങളും മുസ്ലിം ആണുങ്ങളും ഇറക്കി വിടുന്ന അവരുടെ കുടുംബ വിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങൾ, പാചക വിശേഷങ്ങൾ, ഫുഡ് വിശേഷങ്ങൾ, എല്ലാറ്റിലുപരി കേക്ക് വിശേഷങ്ങൾ, ചെടി വിശേഷങ്ങൾ, ചെടിച്ചട്ടി വിശേഷങ്ങൾ, അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമുദായമായി അതപ്പതിച്ചു പോയി എന്ന് ചോദിച്ചാൽ വല്ലാത്ത സങ്കടമാണ്. നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും കാണേണ്ടത് ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടേതായ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒന്നാണ്. അവിടെ ആലോചിച്ചൊക്കെ എത്ര സങ്കടമാണ്, എത്ര സങ്കടം. ചിലരിപ്പോഴും പഴയ സീരിയലിന്റെ പിന്നിലാണ്, ഈ സീരിയലിന്റെ പിന്നിലാണ്. റമദാൻ വന്ന മാത്രമാണ് അതിനൊക്കെ ഒരു അപവാദം ഉണ്ടാകല്. ഞാന് ഒരു തമാശയിട്ടങ്ങൾ എടുത്താൽ മതി. പണ്ട് ജോലി ചെയ്തിരുന്നൊരു സ്ഥലത്ത്, ഇപ്പോ അങ്ങനത്തെ പ്രദേശങ്ങൾ കുറവാണ്. മുമ്പത്തെ അനുഭവം ഒരു 10 കൊല്ലായി. അതുകൊണ്ട് പഴയ കഥയാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഇല്ലെങ്കിൽ പൊരുത്തപ്പെടുക പറഞ്ഞ മാതിരിയാണ്. അതായത് റമദാൻ വന്നാൽ, ഒരു മുസ്ലിം ഏരിയ ആണത്, റമദാൻ വന്നാല് ഈ കേബിൾ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ പിന്നെ കേബിൾ ഇല്ല, അപ്പൊ വേറെ പല സംവിധാനങ്ങളാണ്. അന്ന് കേബിൾ കണക്ഷനാണ് എല്ലായിടത്തും വ്യാപകമായിട്ട്. അപ്പൊ കേബിൾ ഓപ്പറേറ്റർ വിളിച്ചിട്ട് അയാൾ പറയും, വിളിച്ച് പുരക്കാർ പറയും, ചാനലുകളൊക്കെ കട്ട് ചെയ്യുക, സൗദി മാത്രം ഓപ്പൺ ചെയ്താൽ മതി.
സൗദി ചാനലുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടത് എനിക്കറിയില്ല, ടി വി ഇല്ലാത്തതുകൊണ്ട്. സംഗതി സൗദി ചാനലുണ്ട്. സൗദി അറേബ്യക്ക് ചെന്ന് നമ്മള് ഹറമിൽ ചെന്നാൽ റൂമിലൊക്കെ ഉള്ള ടി വി തുറന്നാലൊക്കെ ഈ ചാനലെ കാണാം. 24 മണിക്കൂറും ഹറമിനകത്തുള്ള നിസ്കാരവും നോമ്പും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. അൽഹംദുലില്ലാ, വലിയ ഖൈറാണ്. സൗദി ഓപ്പൺ ആക്കാൻ പറയും. റമദാനിന്റെ 29 ആവുമ്പോ കേബിൾ ഓപ്പറേറ്റർ വിളിച്ചിട്ട് പറയും സൗദി കട്ട്, ബാക്കിയൊക്കെ ഓപ്പൺ. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കേബിളിന് പകരം പുറകെ കൊണ്ടുപോയി ടിവിയുടെ പുറകെ കൊണ്ടുപോയി കുത്തിക്കുന്ന വേറെ സംസ്കാരം, അപ്ഡേഷനായി. നമുക്ക് ആ പഴയത് ഓർമ്മയുള്ളൂ, പുതിയത് എനിക്ക് ഓർമ്മയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. നമ്മൾ ആലോചിച്ചോക്കണം എന്താ അവസ്ഥ. അതുകൊണ്ട് അവരുടെ സമയങ്ങളിൽ വിശുദ്ധ ഖുർആനിന് സ്ഥാനമില്ല. അവരുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിന് സ്ഥാനമില്ല. അവരുടെ വിലപ്പെട്ട സമയങ്ങളിൽ വിശുദ്ധ ഖുർആനിന് സ്ഥാനമില്ല. അതിൽ അഭിസംബോധനകളിൽ, അള്ളാഹുവിന്റെ കിതാബിന്റെ അഭിസംബോധനകളിൽ ഭയപ്പെടാനും ഗുണപാഠം ഉൾക്കൊള്ളാനും അവർക്ക് അവസരമില്ല, താല്പര്യമില്ല. അവിടെ നിന്ന് ആലോചിച്ച് നോക്കണേ, ഈ 2 കാര്യങ്ങളിൽ ഏത് കാര്യമാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം? അള്ളാഹിന്റെ കിതാബുമായിട്ട് ഇടപഴകണതാണോ, അതല്ല ഈ മൊബൈലിൽ അല്ലെങ്കിൽ ചാനലിൽ ഇടപഴകുന്നതാണോ? വല്ലാത്തൊരു വിഷയമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ 2 കാര്യങ്ങളിൽ ഏതാണ് അവരിലേക്ക് കൂടുതൽ അടുത്തത്, അതുമായാണ് അവർ നാളെ റബ്ബിന്റെ ലോകത്ത് വരിക. നബി പറഞ്ഞൊരു വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നബി പറഞ്ഞ വാക്കെന്നറിയോ? അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. ഹദീസ് മുത്തഫഖുൻ അലൈഹി. ഒരു മനുഷ്യൻ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിന്റെ കൂടെയായിരിക്കും പരലോകത്ത്. ഏതിനോടാണ് അവന് ഹുബ്ബ്, അതിനോടനുസരിച്ചാണ് പരലോകത്ത് വരിക. എന്താ ഹുബ്ബ്? ഖുർആനാണോ എങ്കിൽ ഖുർആനായിരിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളാണെങ്കിൽ അതായിരിക്കും. അതല്ല കേവല ഭൗതികമായ, നൈമിഷികമായ, കേവല രസച്ചരടുകളായ ഏതാനും ചില കവിതകളും കഥകളും മാഗസിനുകളും ജേർണലുകളും ഇത്തരം സ്ക്രോളിങ്ങുകളും മാത്രമാണെങ്കിൽ അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ, ഒരു മനുഷ്യൻ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതിന്റെ കൂടെ ആയിരിക്കും പരലോകത്തെന്നാണ്. നമ്മൾ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ റസൂലിനെ ആണെങ്കിൽ റസൂലിന്റെ കൂടെയാകും പരലോകത്ത്. നമ്മൾ സ്നേഹിച്ചത് സ്വഹാബത്തിനെ ആണെങ്കിൽ സ്വഹാബത്തിന്റെ കൂടെയാകും പരലോകത്ത്. നമ്മൾ സ്നേഹിച്ചത് ദുനിയാവിനെ ആണെങ്കിൽ 2 ലോകത്ത് നമുക്ക് നഷ്ടകരമാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഇനി നമ്മളിൽ ഒരാൾ, നിങ്ങൾ ആലോചിച്ചു, ഇനി നമ്മളിൽ ഒരാൾ ഖുർആൻ ഓതിയാൽ തന്നെ, പാരായണം ചെയ്താൽ തന്നെ പദങ്ങൾ കൃത്യമായി ഉച്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അതത്ര നാശകരമാണ്. അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് ഉറ്റാലോചിക്കാനോ ഖുർആനിലെ ആയത്തുകളുടെ ഉദ്ദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ എത്ര നഷ്ടകരമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച്, പൂർവികർ കരഞ്ഞവർ കരയുകയും ഭയഭക്തി കാണിച്ചവർ ഭയഭക്തി കാണിക്കുകയും ചെയ്ത ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും അതിലൂടെ കടന്നുപോയാലും നമുക്ക് കരയാനാകുന്നില്ലെങ്കിൽ, നമുക്ക് ഭയഭക്തി പ്രകടിപ്പിക്കാനാകുന്നില്ലെങ്കിൽ, നമുക്കൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ എന്തൊരത്ഭുതമാണ്, എത്ര ആശ്ചര്യകരമാണ്, എത്ര സങ്കടകരമാണ്. ഈ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയണത് അത് വല്ല മലയിലെങ്ങാനും പർവ്വതത്തിലെങ്ങാനും അവതരിപ്പിച്ചിരുന്നെങ്കിൽ. നമ്മൾ ഈ മസ്ജിദിനോട് അടുത്തൊരു പർവ്വതമുണ്ട്, ചെറിയൊരു മല, അല്പൊക്കെ പാറ, ബലമുള്ള പാറയാണ്. ആ പർവ്വതത്തിലാണ് ഇത് അവതരിച്ചതെങ്കിൽ അല്ലാഹു പറയാ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ആലോചിക്കണം, നമുക്ക് അവതരിച്ചിട്ടൊരു വ്യത്യാസം വരുന്നില്ല. ഈ ഖുർആൻ വല്ല പർവ്വതത്തിലുമാണ് അവതരിച്ചതെങ്കിൽ അപ്പർവ്വതം വിനീതമാകുന്നതും അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല 59-ാം അധ്യായം സൂറത്ത് ഹശ്ർ 21-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയാ, അത് വിനീതമാകും, അള്ളാഹിനെ പറ്റിയുള്ള ഭയം കൊണ്ട് പൊട്ടിപ്പിളരും. പ്രിയമുള്ളവരെ, അപ്പാറയേക്കാൾ കടുത്ത തീവ്രമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സങ്കടമാണ് നമ്മുടെ അവസ്ഥ, എത്ര സങ്കടമാണ്.
എന്നാൽ എത്ര ഊതിയാലും നമ്മുടെ ഹൃദയങ്ങൾ മൃദുലമാകുന്നില്ല, നമ്മുടെ കൽബുകൾക്ക് മനസ്സുകൾക്ക് ഭയഭക്തി ലഭിക്കുന്നില്ല, നമ്മുടെ കണ്ണുകൾ കണ്ണുനീര് പൊഴിക്കുന്നില്ല. ഇത് വ്യക്തമാക്കിയ അള്ളാഹു പറഞ്ഞത് എത്ര സത്യാണ്. ബഖറയിൽ 74-ാമത്തെ ആയത്തിൽ പിന്നീട് അതിനുശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി, അവ പാറ പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു. പാറ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഹൃദയത്തിന് കസ്വത്ത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകട. അള്ളാഹു തൗഫീഖ് നമുക്കത് പിന്നീട് വിശദീകരിക്കാം. കസ്വത്തുൽ ഖൽബ്, ഹൃദയം ഉറച്ചു പോവുക. ഹൃദയം ഉറച്ചു പോയാൽ അത് രോഗാണ്, ഒരിക്കലും പരിഹരിക്കാൻ സാധ്യമാകാത്ത, അല്ല ആത്മീയ ചികിത്സ കൊണ്ടല്ലാതെ പരിഹരിക്കാൻ സാധ്യമാകാത്തൊരു രോഗമാണത്. അതിനൊരു ചികിത്സ പറഞ്ഞെന്താ നിങ്ങള്? അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ചികിത്സ, ഹൃദയത്തിന് കാഠിന്യം അനുഭവിക്കണ്ടെങ്കിൽ, അള്ളാന്റെ ഖുർആനും ദീനൊന്നും ഹൃദയത്തേക്ക് കേറുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചികിത്സ നിങ്ങള് അനാഥ കുട്ടിയെ തലോടുക എന്നാണ്. റിഫ്ഖ് ഉണ്ടാവും, ഹൃദയം മൃദുലമാകുന്നു. അനാഥ കുട്ടിയെ തലോടുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? പറഞ്ഞപ്പോ ഒരു ഫായ്ദ കിട്ടുമല്ലോ, ഇൻഷാ അല്ലാഹ് ഒരു അമല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ. അതുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യാം. ഖബർ സിയാറത്ത്, നമ്മളെ വാപ്പാന്റെ ഖബറില്ലേ, അന്ന് അടക്കി പോന്നല്ലേ, പിന്നെ പോയോ നമ്മള്? ഒന്ന് പോയി നോക്ക. എന്നിട്ട് ബാപ്പ ഷിർക്കിലാണ് മരിച്ചതെങ്കിൽ ആ ഷിർക്കിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. ബാപ്പ തൗഹീദിലാണ് മരിച്ചെങ്കിൽ ആ തൗഹീദിലായി മരിച്ച ബാപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും കിട്ടാനും ഒപ്പം നമ്മൾ തൗഹീദിലായി മരിക്കാൻ അല്ലാഹുവിനോട് തേടും. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖുൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കുമ്പോ അലിയാത്ത ഏത് ഹൃദയവും അലിയും, കരയാത്ത ഏത് കണ്ണും കരയും. വല്ലാഹി അവിടെ ഒന്ന് പോയി നോക്കണം. ഇടക്കിടക്ക് റമദാനാണ്, പറ്റിയതാണ്. അള്ളാന്റെ റസൂല് പാതിരാത്രിക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ട് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ പാരമ്പര്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ ആയത്തുകൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നുണ്ട്. എത്രയോ ആയത്തുകൾ, എത്ര കാലായി നമ്മൾ കേൾക്കുന്നു പല ആയത്തുകളും. ഉപദേശങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, അതിന്റെ ലക്ഷ്യം നമുക്ക് ഉൾക്കൊള്ളാനാകുന്നില്ലെങ്കിൽ, അതിന്റെ കാര്യം നമ്മെ ബാധിക്കാത്തതുപോലെയാണെങ്കിൽ, അതിലെ അഭിസംബോധനകൾ നമ്മോട് പറയാത്തതുപോലെയാണെങ്കിൽ എത്ര 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 സങ്കടമാണ്. അള്ളാനെ തന്നെയാണ് സത്യം. എന്താണ് അസ്വമദ്? എന്താണ് അസ്വമദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലെങ്കിൽ അതത്ര അപകടമാണ്. എന്താണ് ഗാസിഖിൻ ഇദാ വഖബ എന്ന് പറഞ്ഞാൽ, എന്താണ് മിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ, എന്താണ് അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ, എന്താണ് അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, എന്താണ് ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് പറഞ്ഞാൽ എന്താ? എത്ര നമ്മൾ നിരന്തരം ഓതിപ്പോകുന്ന സൂറത്തുകൾ എത്ര, ആയത്തുകൾ എത്ര. എന്താണ് ആയത്തുൽ കുർസിയിലെ കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് വല്ലാത്തൊരു സങ്കടമാണ്. ഓതിപ്പോയിട്ടും നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. പ്രിയമുള്ളവരെ ഖുർആനിനെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ, വെടിയുന്നതിനേക്കാൾ വലിയ ഉപേക്ഷിക്കൽ, വെടിയൽ എന്തുണ്ട് വേറെ? ഓതിയിട്ട് മനസ്സിലാകണില്ലെങ്കിൽ, ഓതിയിട്ട് മാറ്റം ഉണ്ടാകണില്ലെങ്കിൽ ഈ നഷ്ടത്തെക്കാൾ വലിയ നഷ്ടം മറ്റെന്താണ്? അതുകൊണ്ടാണ് നബി പറഞ്ഞൊരു വാചകം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക. ഖുർആൻ നിനക്ക് സാക്ഷിയാകും, അല്ലെങ്കിൽ നിനക്കെതിരെ സാക്ഷിയാകും. ഹുജ്ജത്തുൽ ലക ഔ അലൈക, ഒന്നും നിനക്ക് സാക്ഷിയാകും അല്ലെങ്കിൽ നിനക്കെതിരെ സാക്ഷിയാകും. പ്രിയമുള്ളവരെ, ഈ ഖുർആൻ നമുക്കെതിരെയല്ല, നമുക്ക് അനുകൂലമായിട്ടാണ് സാക്ഷിയാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ദിവസമായി നമ്മൾ പരിശോധിച്ച് നോക്കി? ഓതിപ്പോയില്ലേ? കുറെ ഓതിപ്പോയി. ഖത്തം തീർക്കാനുള്ള തിരക്കിൽ ഓതിയില്ലേ? കുറെ ഓതി. ഖുർആനിൽ നേരിട്ട് ഓതിയില്ലേ? കുറെ ഓതി.
ഓതുന്നിടത്ത് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലാക്കാത്ത ഒരു ഓത്ത് ഇസ്ലാമിലുണ്ടോ? പ്രിയമുള്ളവരെ, മനസ്സിലാക്കാത്തൊരു ഓത്ത്. കേവല പാരായണത്തിന് കൂലിയുണ്ട്, ഞാൻ അതിനെ കുറിച്ചല്ല പറയണത്. ഒന്നും അറിയാതെ ഓതിയ പ്രതിഫലമുണ്ട്. പക്ഷെ ഖുർആൻ മുൻഗാമികൾ അങ്ങനെയല്ല ഓതിയത്. മുൻഗാമികൾ ഓതിയത് മനസ്സിലാക്കിയിട്ടാണ്. മുൻഗാമികൾ ഓതിയത് കരഞ്ഞിട്ടാണ്. മുൻഗാമികൾ ഓതിയത് പേടിച്ച് വിറച്ചിട്ടാണ്. ചില ആയത്തുകൾ ഓതുന്നിടത്തും ആയത്തുകൾ കേൾക്കുന്നിടത്തും ബോധരഹിതരായിട്ടുണ്ട്. ഹൃദയം പൊട്ടി മരിച്ചുപോയി ഖലീഫ മൻസൂർ റഹിമഹുല്ലാ. ആയത്ത് കേട്ടിട്ട് ഹൃദയം പൊട്ടി അറ്റാക്ക് വന്നുപോയി, ബേജാറായിട്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ 3 ദിവസമൊക്കെ ബോധം കെട്ട് വീണ സംഭവം കാണാൻ പറ്റും. 3 ദിവസം ആയത്തോതിയിട്ട്. അവിടെ ആലോചിച്ച് നമ്മൾ എത്ര ആയത്തുകളാ ഓതുന്നത്? ഓതിപ്പോയ ആയത്തുകൾ എത്ര നമ്മൾ ഓതിയെത്തിയത്? ആ ഓതിപ്പോയ ആയത്തുകൾ നമ്മോട് സംവദിച്ചത് എന്താ? നമ്മോട് പറഞ്ഞതെന്താ? നമുക്ക് പറഞ്ഞു തന്നതെന്താ? അറിയണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് അൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക, ഖുർആൻ നിനക്ക് സാക്ഷിയാകും അല്ലെങ്കിൽ നിനക്കെതിരെ സാക്ഷിയാകും. ഖാല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ തഹറത് ഖുലൂബുക്കും മാ ശബിഅത മിൻ കലാമി റബ്ബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ റബ്ബിന്റെ കലാമുകളെ കൊണ്ട് നിങ്ങളുടെ വയറ് നിറയില്ലായിരുന്നു എന്നാണ്. സുബ്ഹാനക അലീം. എന്തുമാത്രം അർത്ഥവത്തായ വിശാലമായ ഒരു വചനമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഖുർആനിന്റെ സമുദായമേ, നമ്മൾ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കുമാറാവട്ടെ. നാം വിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്നവരാകണം. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയില്ല, കുറച്ചേ പറയാനുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ ആളുകളെയും അവരുടെ ശ്രേഷ്ഠതകളെയും കുറിച്ച് നമ്മൾ അറിയണം. അഹ്ലുൽ ഖുർആൻ അവരെന്താ നമ്മൾ അറിയണം. അവരുടെ മഹത്വം നമ്മൾ അറിയണം. ഒരുപക്ഷേ ഓർമ്മപ്പെടുത്തൽ, ഒരു ഉറച്ച തീരുമാനമെടുക്കാനും നാം ആ മഹത്തായ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കാനും ഒരു തുടക്കമായേക്കാം എന്ന നിലക്ക് മാത്രം ചിലത്. ഖുർആനിന്റെ ആളുകൾ മാത്രമാണ് ഖുർആനിനെ തങ്ങളുടെ ജീവിതത്തിന്റെ മാർഗരേഖയാക്കിയവർ. ഖുർആനിന്റെ അഹലുകാർ മാത്രമാണ് ഖുർആനിനെ തങ്ങളുടെ ജീവിതത്തിന്റെ മാർഗരേഖയാക്കുന്നവർ. ഖുർആനിന്റെ അഹലുകാർ മാത്രമാണ് ഖുർആനിനെ സ്വഭാവങ്ങളുടെ മാനദണ്ഡമാക്കി വെച്ചിട്ടുള്ളവർ. ഖുർആനിന്റെ അഹലുകാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ജീവിത പദ്ധതി എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട് ചിലപ്പോ. അതെ, അതൊരു ജീവിതക്രമമാണ്. ഖുർആൻ ഒരു സ്വഭാവമായി സ്വീകരിക്കുക, ഖുർആൻ ഒരു ജീവിതമായി സ്വീകരിക്കുക. അവരുടെ പ്രതാപത്തിനും സമാധാനത്തിനും നിദാനം അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കിതാബിന് അർഹമായ സ്ഥാനവും അവകാശവും പൂർവികർ, ശരിയായ അഹലുകാർ, ഖുർആന്റെ അഹലുകാർ അവർ നൽകുകയുണ്ടായി. നമുക്കും നൽകാനാകണം. അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹലുകാർ ഖുർആനിനെ പരിഗണിച്ചു. അതിന്റെ ഓത്ത്, അതിന്റെ മനപ്പാഠം, അത് ഖുർആന്റെ അവകാശമാണ്. ഖുർആനിനോടുള്ള ഒരടിമയുടെ അവകാശമാണ്. എന്ത്? ഖുർആനിനെ ഓതുക. ഓതുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി ഓതലാണ്. മആനി അറിഞ്ഞുകൊണ്ട് ഓതലാണ്. നമ്മൾ മൊബൈലിൽ ഖുർആൻ ഓതും, ഖുർആനിൽ ഖുർആൻ ഓതും, അല്ലേ? ഖുർആനിൽ ഖുർആൻ ഓതും. നമ്മൾ ആലോചിച്ച് നോക്കണേ, അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ ഖുർആൻ ഓതേണ്ടത്. അതാണ് പൂർവികരുടെ രീതി, അതാണ് പൂർവികർ സ്വീകരിച്ച നിലപാട്. അതുകൊണ്ട് ഖുർആൻ ഓതുക, ഉറ്റാലോചന, ആശയങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക, അത് ഖുർആന്റെ അവകാശം. ഖുർആന്റെ അവകാശം അത് പ്രാവർത്തികമാക്കുക ഖുർആന്റെ അവകാശം. ചുരുക്കി പറഞ്ഞാൽ ഓതുക, മനപ്പാഠമാക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക, അത് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക, ജീവിതത്തിൽ പകർത്തുക, അത് ഖുർആനിന്റെ അവകാശത്തിൽപ്പെട്ടത് തന്നെയാണ്. അവരെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ വിശേഷിപ്പിച്ചത് ഇപ്രകാരമാണ്. 2-ാമത്തെ അധ്യായം സൂറത്ത് അൻഫാലിന്റെ 2-ാമത്തെ ആയത്ത്. 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 2-ാമത്തെ ആയത്ത്. എന്താ അല്ലാഹു പറഞ്ഞറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത്
وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ. അല്ലാഹുവെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുകയും തങ്ങളുടെ റബ്ബിന്റെ മേൽ തവക്കുലാക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് മുഅ്മിനുകൾ എന്നാണ്. ഇവിടെ റബ്ബ് പറഞ്ഞൊരു വാക്കെന്താ വെച്ചാൽ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുന്നിടത്ത് ഈമാൻ വർദ്ധിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ആയത്ത് നമ്മളിപ്പോ എത്ര ഓതിയത്, എത്ര നമ്മൾ ഓതിയത്, നമ്മളെ ഈമാനിൽ എന്ത് വർധനവാ ഉണ്ടായത് എന്ന് പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണത്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ചിലതൊന്നും അത്ര അങ്ങോട്ട് നമുക്ക് ദഹിക്കണ കാര്യമൊന്നുമല്ല. കാരണം നമുക്കെതിരെയുള്ള ഒരു ചാർജ് ഷീറ്റ് അതൊക്കെ. ഞാനും നിങ്ങളും ഈ പറയണതിന്റെ മുമ്പിൽ ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണിപ്പോ. എത്രത്തോളം നമുക്ക് ഇതിനോട് ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമാണ്. അതുകൊണ്ട് ഒരു തിരുത്തൽ അത്യാവശ്യമാണ്. ഖുർആനിന് ഖുർആന്റെ അഹ്ലുകാർ അതിന്റെ യഥാർത്ഥ സ്ഥാനം നൽകിയതിനാൽ അള്ളാഹുയുടെ പദവികൾ ഉയർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോണതാണ്. ഖുർആന്റെ അഹ്ലുകാർക്കുള്ള പദവികൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഇമാം അഹ്മദും നസായിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനല്ല കേട്ടോ. നമ്മളൊരു പ്രശ്നം അതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്താ നമ്മളെ ആളുകൾക്ക് സംഭവിച്ചെന്നറിയില്ല. എത്ര പറഞ്ഞാലും ഇപ്പോഴും ആളുകൾക്ക് ആ വിഷയത്തിൽ ഒരു ചെറിയ അശ്രദ്ധയാണ്. എത്ര പറഞ്ഞാലും ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു അശ്രദ്ധയാണ്. എന്ത്? സ്വലാത്തിന്റെ കാര്യത്തിൽ. എന്താ അങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ പഠിച്ചെടുത്ത് സംഭവിച്ച കുഴപ്പമാണോ അതല്ല വാശിയാണോ? അല്ലാഹു അലം. ചിലപ്പോൾ അശ്രദ്ധയിരിക്കും. അള്ളാഹു പുറത്തൊരുമാറാട്ടെ. ഞങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞുതരാം. മഹാനായ സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ ആലിമാണ് അദ്ദേഹം. മുഹദ്ദിസുൽ മദീന എന്നറിയപ്പെടും അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാഹ്. ഏകദേശം ഒരു 92 വയസ്സിനടുത്തുണ്ടാവും. കണ്ണൊന്നും കാണൂല. കണ്ണ് കാണാത്തത്ര പ്രായാധിക്യത്തിന്റെ മുമ്പേ അദ്ദേഹത്തിന് കണ്ണ് കാണൂല. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എന്തറിയോ? 50ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഖുർആൻ മുഴുവൻ ഹിഫ്ലാക്കിയത്. 50ാമത്തെ വയസ്സ്. ആര്? ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ജീവിച്ചിരിക്കണതാണ്. മുഴുവൻ മനപ്പാടാക്കിയത് 50ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോ 50 വയസ്സായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖുർആൻ മനപ്പാടാക്കാൻ പറ്റുന്ന. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അദ്ദേഹം കുറെ ഹദീത്തുകൾ ഇങ്ങനെ ക്രോഡീകരിച്ചിട്ട് ഒരു ചെറിയ റിസാല എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഹദീത്ത് ഉണ്ടെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയെ മറന്നവനാണെന്ന്. ആ ആശയത്തിൽ ഞാൻ അതിന്റെ അറബി വീടും ഹദീത്തിന്റെ മത്തിന് ഞാൻ മറന്നുപോയി. മറ്റൊരു ഹദീത്തിന്റെ ആശയം എന്താണെന്നറിയോ? അവൻ നരകത്തിലേക്കുള്ള വഴികളിലാണെന്ന്. അപ്പൊ ഇതൊരു സാധാരണ വിഷയമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഒരു സാധാ വിഷയമല്ല. നമ്മുടെ നാട്ടിലെ സമസ്തയും സമസ്തയല്ലാത്തതും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വിഷയമല്ല. വളരെ ഗൗരവപ്പെട്ട വിഷയമാണെന്നാണ്, വാജിബാണെന്നാണ് അഹ്ലുസുന്ന പഠിപ്പിച്ചത്. വാജിബാണ്, സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണെന്നാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ പഴയ അല്ലെങ്കിൽ ഇടക്കാലത്ത് അബദ്ധത്തിൽ സംഭവിച്ചു പോയ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് നമ്മൾ സലഫിയത്ത് അല്ലെങ്കിൽ ആദർശം തൗഹീദൊക്കെ മനസ്സിലാക്കിയപ്പോ നമ്മൾ ഉപേക്ഷിച്ചു പലതും. പല ബിദ്അത്ത് ഉപേക്ഷിച്ചു. ബിദ്അത്ത് ഉപേക്ഷിച്ചതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉപേക്ഷിച്ചാണ് എന്ത്? ഈ സുന്നത്തും അല്ലെങ്കിൽ ഇബാദത്തും. ഏത് ഇബാദത്ത്? സ്വലാത്താകുന്ന ഇബാദത്ത്. കാരണം ആ നഗർ പോവില്ല, ആ വാർഷികത്തിൽ പങ്കെടുക്കൂല, സ്വലാത്ത് വാർഷികത്തിൽ പോവില്ല. അങ്ങനെ അതൊക്കെ ഒഴിവാക്കി. ഖൈറാണ്, നല്ലതാണ്. പക്ഷെ കൂട്ടത്തിൽ നമ്മൾ എന്തുകൂടി ഒഴിവാക്കി? സ്വലാത്ത് ഒഴിവാക്കി. അത് വലിയ അപകടമാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് നമുക്കൊരു വാശി ആ വിഷയത്തിൽ വേണം. ഞാനൊരു നസീഹത്തായിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഈ റമദാനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ വേറൊന്നും സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ മതി. എന്ത്?
സ്വലാത്തിന്റെ കാര്യത്തിൽ ഒരല്പം ജാഗ്രത നമ്മൾ കാണിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം. അത് കാണിച്ചാലോ ഒരുപാട് ഗുണമാണ്. എന്താ ഗുണം? ഒന്ന് ദുഃഖം നീങ്ങും, മറ്റൊന്ന് പാപം പൊറുക്കുന്ന. ദുഃഖം നീങ്ങും, പാപം പൊറുക്കും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇന്ന ലില്ലാഹി തആല അഹ്ലീന മിനൻ നാസ്. ജനങ്ങളിൽ അള്ളാഹുവിന് ചില ആളുകളുണ്ട്. ചില ആളുകൾ, അള്ളാന്റെ ചില പ്രത്യേകക്കാരും സ്വന്തക്കാരുണ്ട്. അതാരാ? അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആനിന്റെ അഹ്ലുകാരാണ്. ഹും, അവരാരാണ്? അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു. അവരാണ് അള്ളാഹുവിന്റെ ആളുകളും അവന്റെ അടുത്ത ആളുകളും. അള്ളാന്റെ സ്വന്തക്കാരും അള്ളാന്റെ പ്രത്യേകക്കാരും ആരാണ്? ഖുർആനിന്റെ അഹ്ലുകാരാണ്. ഖുർആനിന്റെ അഹ്ലുകാരെന്ന് പറഞ്ഞാൽ മഹാന ഇമാം ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹം ഖുർആനിന്റെ അഹ്ലുകാർ ആരാണ് എന്ന് പഠിപ്പിച്ചെടുത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്നറിയോ? ആധുനികരിൽ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഖുർആൻ അവർ മനഃപ്പാഠമാക്കിയിട്ടില്ലെങ്കിലും അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന്. അല്ലാഹു അക്ബർ. ഒരു പക്ഷേ അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടില്ലെങ്കിലും അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരാണ് ഖുർആന്റെ അഹ്ലുകാർ. അല്ലാഹു തആല ആ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർ അല്ലാഹുവിന്റെ ഖുർആനിനെ മഹത്വപ്പെടുത്തി. അപ്പോൾ അല്ലാഹു തആല അവരെയും മഹത്വപ്പെടുത്തി. എന്താ റബ്ബിന്റെ പ്രവാചകർ പറഞ്ഞത്? ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമി ദിശ്ശൈബത്തിൽ മുസ്ലിം വഹാമിലിൽ ഖുർആൻ ഗൈറിൽ ഗാലി ഫീഹി വൽ ജാഫി അൻ. അബൂ ദാവൂദ് റിച്ച് ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ് വയോവൃദ്ധരായ മുസ്ലിമീങ്ങളെ ആദരിക്കുക, പ്രായമായ മുസ്ലിങ്ങൾ ആദരിക്കുക. അത് തീരെ ഇല്ലാത്തതാണ്. ഹിഫ്ള് പഠിക്കണം നമ്മളെ മക്കൾക്ക് പോലും കിട്ടാത്തൊരു വിഷയമാണത്. അദബ്. ഏതദബ്? പൂർവികർ, പ്രായമുള്ളവർ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ പ്രായമുള്ളവരെ ആദരിക്കുക എന്നത് നമ്മുടെ മക്കളുടെ മനസ്സിൽ ചെറുപ്പത്തിലെ കൊത്തിവെക്കേണ്ടുന്ന ഒരു ശീലമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണെന്നാണ്. രണ്ടാമത്തെ കാര്യം, ഖുർആനിനെ അവഗണിക്കാതെ, അതിര് കവിയാതെ അതിനെ പരിഗണിക്കുക. ഖുർആനിനെ അവഗണിക്കാതെ അതിനെ പരിഗണിക്കാനാണ്. ഒരാളുടെയും ശ്രേഷ്ഠത പോലെയല്ല ഖുർആന്റെ അഹ്ലുകാരുടെ ശ്രേഷ്ഠത. ലോകത്ത് പലർക്കും ശ്രേഷ്ഠത ഉണ്ട്, പക്ഷെ അതുപോലെയല്ല അവരുടെ ശ്രേഷ്ഠത. അവരുടെ പ്രതാപം ഒരാളുടെയും പ്രതാപം പോലെയുമല്ല. അവരുടെ ചില സിഫത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞു. അവർ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് നല്ല രൂപത്തിൽ സംസാരിക്കുന്നവരാണ്. സദസ്സുകളിലും മറ്റും ഏറ്റവും ശ്രേഷ്ഠരാണവർ. അവരുടെ സദസ്സുകളെ മലക്കുകൾ വലയം ചെയ്യും, അവർക്ക് സമാധാനമിറങ്ങും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതുപോലൊരു പള്ളി وَمَجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ بَيْنَهُمْ إِلَّا نَزَلَتْ عَلَيْهِمُ السَّكِينَةُ وَغَشِّيَتْهُمُ الرَّحْمَةُ وَحَفَّتْهُمُ الْمَلَائِكَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സമാധാനമിറങ്ങാതെയും കാരുണ്യം ചുറ്റിപ്പൊതിയാതെയും മലക്കുകൾ വലയം ചെയ്യാതെയും അള്ളാഹു അവന്റെ അടുത്തുള്ളവരോട് ഇവരെ പറ്റി പറയാതെയും ഒരു സമൂഹവും അള്ളാഹുവിന്റെ വീടുകളിൽ ഒരു വീട്ടിലും അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയോ അവർക്കിടയിൽ പഠനം നടത്തുകയോ ചെയ്യുന്നില്ല. അതായത് അള്ളാന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന, അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സമൂഹത്തെ പറ്റി അള്ളാന്റെ റസൂല് പറഞ്ഞത്, അവരുടെ മേൽ സമാധാനമിറങ്ങും, അവരെ കാരുണ്യം ചുറ്റിപ്പൊതിയും, മലക്കുകൾ അവരെ വലയം ചെയ്യും. അള്ളാഹു അവന്റെ അടുത്തുള്ളവരോട് മലഉൽ അലയിൽ ശ്രേഷ്ഠരായ മലക്കുകളോട് അവരെ പറ്റി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കതീറൻ കതീറാ. അവിടെ ആലോചിച്ചോക്കി, എത്ര അനുഗ്രഹമാണ് അവർക്ക്. പ്രിയമുള്ളവരെ, ദുനിയാവിലും നാളെ ആഖിറത്തിലും ഖുർആന്റെ അഹ്ലുകാരാണ് ഉത്തമർ. വെറുതെ പറയല്ല, ഈ മക്കൾ പഠിക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷതാണ്. ഈ മക്കൾ പഠിക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷതാണ്. എന്തുകൊണ്ട്? ദുനിയാവിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു പോസ്റ്റാണ്, ഒരു സ്ഥാനമാണ് പള്ളിയിൽ എല്ലാവരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇമാമത്ത് നിൽക്കുക എന്നുള്ളത്.
ഇമാമത്ത് നിൽക്കാൻ. അള്ളാന്റെ ദീന് പഠിപ്പിക്കുന്നത് ഖുർആനിൽ ഏറ്റവും പാണ്ഡിത്യമുള്ളവരാണ്, അറിവുള്ളവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ആ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെയാണെങ്കിൽ സുന്നത്തിൽ ആരാണോ കൂടുതൽ അറിവുള്ളവർ അവരാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബി പറഞ്ഞ വാക്കതാണ്. യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. ഉന്നതനായ അള്ളാഹുവിന്റെ കിതാബ് കൂടുതൽ പാരായണം ചെയ്യുന്നവർ അഥവാ അറിയുന്നവർ അവർ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കട്ടെ എന്നാണ്. നോക്കൂ, നിങ്ങൾ ഇമാമത്ത് നിൽക്കേണ്ടത് പോലും ആരാണ്? ഖുർആനിൽ പാണ്ഡിത്യമുള്ളവരാണ്. ഖുർആനിൽ പാണ്ഡിത്യമുള്ളവരാണ്. ദുനിയാവിൽ സ്ഥാനം ഖുർആനിൽ പാണ്ഡിത്യമുള്ളവർക്കാണ്. ഇനിയോ മറമാടപ്പെടുന്നൊരു സന്ദർഭമുണ്ട്. മനുഷ്യരെ മുഴുവനും 6 അടി മണ്ണിലേക്ക് എല്ലാരും മരിക്കും. മരിച്ചിട്ട് ആളുകളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. അല്ലേ? പണ്ട് ചെറുപ്പത്തില് കുറെ മുമ്പൊക്കെ നമ്മളെ ആളുകളൊക്കെ തന്നെ ഇറക്കിയ ചില കവിതകളുണ്ട്, ചില പാട്ടുകൾ, നശീതകൾ. അതിനകത്ത് കാണാം എന്താണ്, കൂടെയുള്ളവരെല്ലാം വിട്ടുപിരിഞ്ഞ് ഖബറിൽ കൊണ്ട് ഇറക്കിക്കുന്ന സന്ദർഭം പറയാം. അങ്ങനെ ആരും ഇല്ലാതാകുന്നൊരു സന്ദർഭം എന്ന് പറഞ്ഞിട്ട് ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ സാഹചര്യങ്ങളൊക്കെ ഒരു പാട്ടിലൂടെ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന ചില വരികൾ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യരാശിയെ ഖബറിലേക്ക് തെരഞ്ഞെടുക്കുന്നിടത്ത് പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചത് അവരിൽ ആരാണ് ഖുർആനിൽ ഏറ്റവും പാണ്ഡിത്യമുള്ളവർ എന്നാണ്. ബദർ കഴിഞ്ഞിട്ട് ഉഹദ് സംഭവിക്കാൻ 70ഓളം ശുഹദാക്കൾ, സയ്യിദുന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് മുതൽ മുസ്അബ് ബിൻ ഉമൈർ അടക്കമുള്ള പ്രസിദ്ധരായ കിബാറുകളായ സ്വഹാബ, ആ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മയ്യത്തൊക്കെ ഒരുമിച്ച് കൂട്ടി. വ്യത്യസ്ത റിവായത്തുകൾ ഞാൻ വായിക്കുന്നത് ഇമാം ബുഖാരിയുടെ റിവായത്താണ്. അതിനകത്ത് കാണാം, കാന യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല ഉഹുദ് ثم في ثوب واحد يقول ايهما اكثر اخذا للقران. ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടവരിൽ 2 വീതം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസ്ത്രത്തിലായി കഫൻ ചെയ്തു. 2 ആളുകൾ ഒരു വസ്ത്രത്തിൽ കഫൻ ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം. ആ സമയം അള്ളാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നു, ഇവരിൽ ആർക്കാണ് ഖുർആൻ കൂടുതൽ അറിയുക? ഖുർആൻ ആർക്ക് അതിൽ കൂടുതൽ അറിയാം? فإذا أشير إلى أحدهما قدمه في اللحد. أحدهما എന്താണ്? അങ്ങനെ അവരിൽ ഒരാളിലേക്ക് ചൂണ്ടിയാൽ ആ വ്യക്തിയെ ഖബറിലേക്ക് മറ്റേ വ്യക്തിയെക്കാളും ആദ്യം മുന്തിപ്പിക്കുമായിരുന്നു എന്നാണ്. നോക്കൂ, ഖുർആൻ പഠിച്ച വ്യക്തിക്കാണ് മുഹമ്മദ് നബി ഖുർആൻ അദ്ദേഹത്തെ അപേക്ഷിച്ച് കുറച്ചറിയുന്ന ആളെക്കാളും ഖബറിലേക്ക് ഇറക്കി വെക്കുന്നിടത്ത് പോലും പ്രാധാന്യം നൽകിയത്. ദുനിയാവിൽ ശ്രേഷ്ഠത കൂടിയവർ ഖുർആനിന്റെ ആളുകൾ, ഖബറടക്കുന്നിടത്തും ശ്രേഷ്ഠത കൂടിയവർ ഖുർആനിന്റെ അഹ്ലുകാർ. ഇനിയോ നമ്മൾ ആലോചിക്കും, ഈ ദുനിയാവിൽ തന്നെ 2 തരം ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടുന്നവരും ഖുർആനിന്റെ അഹ്ലുകാരാണ്. ഒന്നാമത്തെ ശത്രു ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താനാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങൾ നിശ്ചയമായി സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടിപ്പോകുമെന്ന, ഖുർആൻ ശൈത്താനെ വിരട്ടി ഓടിക്കുമെന്നാണ്. ജിന്നവർഗത്തിലെ ശത്രുവിൽ നിന്ന് രക്ഷ ദുനിയാവിൽ കിട്ടുന്ന കാര്യമാണ്. ഇനി മനുഷ്യവർഗത്തിൽപ്പെട്ട ശത്രു ദജ്ജാൽ. മനുഷ്യവർഗത്തിൽപ്പെട്ടവനാണ് ദജ്ജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബി ജഹന്നം വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഈ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നോ നബി പറഞ്ഞു, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിൻ ദജ്ജാൽ. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ, ശരി റിവായത്തിൽ അവസാനത്തേതുമെന്ന് കാണാം. ആരെങ്കിലും മനപ്പാടമാക്കിയാൽ അവന് ദജ്ജാലിൽ നിന്നും രക്ഷ ലഭിക്കും.
ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ നോക്കൂ നിങ്ങൾ, ഈ ഖുർആൻ ആ ഖുർആന്റെ അഹ്ലുകാർക്ക് രക്ഷ നൽകുന്നു ജിന്ന് വർഗത്തിൽപ്പെട്ട ശത്രുവിൽ നിന്നും മനുഷ്യവർഗത്തിൽപ്പെട്ട ശത്രുവിൽ നിന്നും. ഒന്നാമത്തെ സ്ഥാനം നിസ്കാരത്തിൽ ഇമാമ നിൽക്കുന്നിടത്ത്, ഖബറിൽ ഇറക്കി വെക്കുന്നിടത്ത്, ദുനിയാവിൽ ഇനിയോ ഈ ദുനിയാവിൽ ഏത് നിമിഷവും അവസാനിച്ച് മനുഷ്യരാശി കടന്നുപോകുന്ന ആഖിറം, ആ ആഖിറത്തിലും ഖുർആനിന്റെ അനുയായിക്കാണ് സ്ഥാനമുള്ളത്, മഹത്വമുള്ളത്. ഞാൻ പറഞ്ഞല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആന്റെ ആളുകളോട് പറയും, ഇഖ്റ വർഖ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ, നീ ഓതുക ദുനിയാവിൽ വെച്ച് നീ ഓതിയതുപോലെ സ്വരമാധുര്യത്തോടെ നീ ഓതുക. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉ ബിഹാ, അവസാനമായി നീ ഓതിയ ആയത്തിനടുത്തായിരിക്കും നിന്റെ സ്ഥാനം. എവിടെ? സ്വർഗത്തിൽ നിന്നാണ്. മറ്റൊരു റിവായത്തിൽ നീ ഓതുക എന്നിട്ട് നീ കയറുക സ്വർഗമുന്നതങ്ങളിലേക്കാണ്. ദറജാത്തുകളാണ്. നരകമാകട്ടെ ദറക്കാത്തുകളാണ്, പാതാള ലോകത്തേക്കാണ്. ഈ ദറജാത്തുകളിൽ ഏറ്റവും ഉന്നതമായതും ഏറ്റവും മധ്യമമായതും സ്വർഗത്തിൽ നിന്ന് അരുവികൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറയുന്നതും ജന്നത്തുൽ ഫിർദൗസാണ്. ആ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, ഹദീസിലുള്ളത് നബി പറയാൻ സ്വർഗക്കാരനായ ആളോട് പറയും, നിങ്ങൾ ഓതുക എന്നിട്ട് നിങ്ങൾ കയറുക. എവിടെയാണോ നിങ്ങൾ ഓതിയെത്തുന്നത് അവിടെയാണ് നിങ്ങളുടെ സ്ഥാനം എന്നാണ്. അയാൾ ഓതിയെത്തുന്നത് ജന്നത്തുൽ ഫിർദൗസിലാണെങ്കിൽ, അയാൾ ഓതിയെത്തുന്നത് ജന്നത്തുൽ അദനിലാണെങ്കിൽ, അയാൾ ഓതിയെത്തുന്നത് ജന്നത്തുൽ മഅവയിലാണെങ്കിൽ അവിടെയാണ് അയാളുടെ സ്ഥാനം. സ്വർഗത്തിലും ഖുർആൻ, ദുനിയാവിൽ മാത്രമല്ല സ്വർഗത്തിലും സ്ഥാനം ഖുർആൻ. മക്കളെ, നിങ്ങൾ അഭിമാനിച്ചോളി, സന്തോഷത്തോടെ പഠിച്ചോളി, നല്ല മനസ്സിരുത്തി വായിച്ചോളി. നിങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും രക്ഷയാകുന്നതും പ്രശംസയാകുന്നതും സ്ഥാനം നൽകുന്നതും ഇംഗ്ലീഷും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും സുവോളജിയും അല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും പഠിക്കേണ്ടതാണോ? അല്ല. നിങ്ങൾ എഞ്ചിനീയർ ആയാലും നിങ്ങൾ ഖുർആൻ പഠിക്കാം, നിങ്ങൾ ഡോക്ടർ ആയാലും നിങ്ങൾ ഖുർആൻ പഠിക്കാം, നിങ്ങൾ കച്ചവടക്കാരനായാലും നിങ്ങൾ ഖുർആൻ പഠിക്കാം, നിങ്ങൾ പശുവിനെ നോക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ഖുർആൻ പഠിക്കാം, നിങ്ങൾ ഡ്രൈവർ ആണെങ്കിലും നിങ്ങൾ ഖുർആൻ പഠിക്കാം. ഖുർആനാണ് ഔന്നത്യത്തിന്റെ കാതൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രത്തോളം അറിയും? നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅൽ ഖുർആൻ വതഅല്ലമഹു വഅമില ബിഹി ഉൽബിസ യൗമൽ ഖിയാമത്തി താജൻ മിൻ നൂരിൻ ലൗഉഹു മിസ്ലു ലൗഇ ശംസ്. ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവനെ പരലോകത്ത് പ്രകാശം കൊണ്ടുള്ള കിരീടമണിയിക്കുന്നതാണെന്നാണ്. ഏതാണ് ആ പ്രകാശം? ആ പ്രകാശത്തിന്റെ അവസ്ഥ എന്താ? അതിന്റെ പ്രകാശം സൂര്യപ്രകാശം പോലെ ആയിരിക്കുന്നതാണ്. ചോദിക്കാണ്, വാപ്പ ചോദിക്കാണ്, ഉമ്മ ചോദിക്കാണ്, ബിമ ഫയുഖാൽ ബിഅഖ്ദി വലദികുമ അൽ ഖുർആൻ. വല്ലാത്ത വാക്കാട്ടത്. ഈ ഖുർആൻ പഠിച്ച ആളെ മാതാപിതാക്കൾ 2 ഉടയാടകൾ അണിയിക്കും. മക്കളെ, നമ്മളെ ഉമ്മാനും ബാപ്പാനെയും ഖുർആൻ പഠിച്ചവന്റെ ഉമ്മാനും ബാപ്പാനെയും 2 ഉടയാടകൾ, സ്വർഗത്തിലെ ഉടയാടകൾ അതണിയിക്കും. അപ്പോ അതിനെക്കുറിച്ച് നബി പറയാണ്, ദുനിയാവ് പോലും അവക്ക് പകരമാവൂല. ആകെ ദുനിയാവില് 2 അക്ഷരം പഠിപ്പിച്ചത് 10 പൈസ ഉണ്ടാക്കാനാണ്. അള്ളാന്റെ റസൂല് പറയാ, ഈ ദുനിയാവ് ആ ഖുർആന് പകരാവൂല. ഏതിന് പകരാവൂല? ഈ ഖുർആൻ പഠിച്ചിട്ട് സ്വർഗത്തിലെത്തിയില്ലേ, ആ സ്വർഗത്തിലെത്തിയ കുട്ടിക്ക് ആ കുട്ടിയുടെ ബാപ്പാക്കും ഉമ്മാക്കും കൊടുത്ത വസ്ത്രത്തിന് പകരാവൂല. എന്നിട്ടോ നബി പറയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളിത് അണിയിച്ചത് എന്ന് ബാപ്പിയും ചോദിക്കും. എന്തുകൊണ്ടാണ് ഞങ്ങളത് അണിയിച്ചത്? ഫയുഖാൽ, അപ്പൊ പറയപ്പെടും, ബിഅഖ്ദി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ സന്താനം ഖുർആനിനെ സ്വീകരിച്ചതുകൊണ്ട്. മകൻ ഖുർആൻ പഠിച്ചു, മകൾ ഖുർആൻ പഠിച്ചു. മകൾക്കും മകനും മാത്രമല്ല മെച്ചമുള്ളത്, ബാപ്പമാരെ ഉമ്മമാരെ നമുക്കും മെച്ചമുണ്ട്. കറാമത്തിന്റെ കിരീടം, കറാമത്തിന്റെ ഉടയാട
ഇതൊക്കെ അണിയിക്കപ്പെടും എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. ഫയുൽബസ ഹുലത്തുൽ ഖറാമ, ആദ്യം പറയും എന്ത്? ഫയുൽബസു താജൽ ഖറാമ ثم يقول يا رب زده, വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ഫയുൽബസു ഹുലത്തുൽ ഖറാമ, അപ്പൊ കറാമത്തിന്റെ കിരീടം അണിയിക്കും, കറാമത്തിന്റെ ഉടയാട അണിയിപ്പിക്കും. ثم يقول, പിന്നെ ഖുർആൻ പറയും യാ റബ്ബി അർദഅൻ, അല്ലാഹു അയാളെ തൃപ്തിപ്പെടണേ. ഫയർദഅൻ, അപ്പൊ അല്ലാഹു തൃപ്തിപ്പെടും. ഫയുഖാലു, പറയപ്പെടും ഇഖ്റഉ വറക വയുസാദു ബികുല്ലി ആയത്തിൻ ഹസന, നീ ഓതുക, ഓരോ ആയത്തിനും ഹസനത്തുകൾ വർദ്ധിപ്പിക്കപ്പെടുന്നതാണ്. എത്ര ഹസനത്ത്, എത്ര ഹസനത്ത്? ഇലാ 700 ളഅഫിന, ദുനിയാവില് ഒരക്ഷരത്തിന്റെ കൂലി 10 ആണ്. എത്ര? 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. ഇതിന്റെ എത്ര ഇരട്ടിയാണ് അള്ളാഹു സ്വർഗത്തിൽ തരിക എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പ്രിയമുള്ളവരെ, വല്ലാത്തൊരു ലോകത്താണ് ഈ ആശ്വാസം കിട്ടുന്നത്. പരലോകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചിട്ടില്ലേ? ജനങ്ങളൊക്കെ വെപ്രാളത്തിൽ കഴിയുമ്പോൾ, ആളുകൾ മുഴുവനും പ്രയാസത്തിലാകുമ്പോൾ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ അഹ്ലുകാർ അവർ നിർഭയരായിരിക്കും. ജനങ്ങൾ ഭയക്കുമ്പോൾ അവർ സമാധാനമുള്ളവരായിരിക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് ശേഷം ഈ ആളുകളുടെ ശുപാർശകർ ഖുർആനായിരിക്കും. അവിടെ അവരുടെ വഴികാട്ടിയും നേതാവും ഖുർആനിക സൂക്തങ്ങളായിരിക്കും. നബി പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ ഓതുക, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി, കാരണം അവസാന നാളിൽ ഖുർആൻ അതിന്റെ അഹ്ലുകാർക്ക് ശഫാഅത്തുകാരനായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു യുഅത യൗമൽ ഖിയാമത്തി ബിൽ ഖുർആൻ, അവസാന നാളിൽ ഖുർആനിനെ കൊണ്ടുവരും. വ അഹ്ലിഹി അല്ലദീന കാനു യഅമലൂന ബിഹി തഖ്ദുമുഹു സൂറത്തുൽ ബഖറ വ ആലി ഇംറാൻ തുഹാജാനി അൻ സാഹിബിഹിമാ. അല്ലാഹുവിന്റെ ഖുർആനെ കൊണ്ടുവരും, ആ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചവരെ കൊണ്ടുവരും. അവരുടെ മുന്നിൽ, ഈ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചവരുടെ മുന്നിൽ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനുമായിരിക്കും, സൂറത്തു ആലി ഇംറാനും ഉണ്ടായിരിക്കും. അവ രണ്ടും തങ്ങളുടെ ആളുകളെ കുറിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിൻ, അതൊന്ന് സങ്കല്പിച്ചു നോക്കിൻ. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച്, അള്ളാഹിന്റെ ഈ 2 സൂറത്തുകൾ അതിന്റെ അഹ്ലുകാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്, സൈന്യത്തെക്കുറിച്ചും, മുന്നിൽ നിന്ന് പടപൊരുതാൻ, മുന്നിൽ നിന്ന് നയിക്കാൻ, ഈ രാജ്യത്തിന്റെ മിടിപ്പുകളെ മനസ്സിലാക്കി പ്രതിരോധിക്കാൻ ആൾക്കൂട്ടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനാ സംവിധാനങ്ങളും ഒക്കെ ബലമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അധികവും ദുനിയാവില് ഒരു വലിയ കൂട്ടത്തിന്റെ ഇടയിലാവുമ്പോ അതൊരു സുരക്ഷിതത്വമാണ് നമ്മൾ കരുതും. ശരിയാ, ഭൗതികമായി അങ്ങനെയാണ്. എന്നങ്ങൾ ആലോചിച്ച് വെക്കിൻ, എല്ലാവരും ഒറ്റക്ക് യൗമ യഫിറുൽ മർഉ മിൻ അഖി وأمه وأبي وصاحبته وبني لكل امرئ منهم يومئذ شأن يغني. സഹോദരൻ തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകും, ഉമ്മയെ വിട്ട് ബാപ്പയെ വിട്ട് മക്കൾ ഓടിപ്പോകും, മക്കളെ വിട്ടിട്ടും ഇണകളെ വിട്ടിട്ടും ഭാര്യ ഭർത്താക്കന്മാര് രക്ഷിതാക്കൾ ഓടിപ്പോകും. കാരണം അന്ന് ഓരോരുത്തർക്കും തനിക്ക് മതിയാകുന്നത്ര വിഷയമുണ്ടായിരിക്കും. ആ ലോകത്ത് അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാർ, അവരുടെ മുന്നിൽ നിന്ന് വാദിക്കുന്നത് സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനുമായിരിക്കുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ച്, നമ്മൾ പഠിക്കണ്ടേ? ഓതണ്ടേ? ചിന്തിക്കണ്ടേ? അക്ഷരത്തിന്റെ ഓരോ ആയത്തിന്റെയും അർത്ഥം പഠിക്കണ്ടേ? നമ്മൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. പഠിക്കണം, പിന്നെയോ അത് പകർത്തണം, പിന്നെയോ അത് പ്രബോധനം ചെയ്യണം, അതനുസരിച്ച് ജീവിക്കണം. ഇതിന് നമ്മുടെ ബാധ്യത, അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള ബാധ്യത. ഒന്നാമത്തെ ബാധ്യത എന്താണ്? അത് പഠിക്കുക എന്നുള്ളതാണ്, അത് ഓതുക എന്നുള്ളതാണ്, അത് പഠിക്കുക എന്നുള്ളതാണ്, അത് പകർത്തുക എന്നുള്ളതാണ്, അത് പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ഹദീസുകളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാവും. ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ അത് വിശദീകരിക്കുന്ന കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഓർപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആനിന് നൽകേണ്ടുന്ന സ്ഥാനം നൽകണം, അതിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്, ഖുർആന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അതിനെ ആദരിക്കണം, മഹത്വപ്പെടുത്തണം. അതിനോടുള്ള സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ്. അത് റബ്ബിന്റെ കലാമാണ്. അതിനിഷ്ടപ്പെടൽ, ഖുർആൻ ഇഷ്ടപ്പെടൽ, ആ കലാം പറഞ്ഞ അള്ളാഹുവിനെ ഇഷ്ടപ്പെടലാണ്.
ഖുർആൻ അള്ളാന്റെ കലാമാണ്. അതിനെ ഇഷ്ടപ്പെടൽ, അത് പറഞ്ഞവനെ ഇഷ്ടപ്പെടലാണ്. ഈ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് പോലും നിങ്ങൾ ശ്രദ്ധ പുറത്തു പോകരുത്. എന്താ വാക്കറിയോ? ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മൻ കാന യുഹിബ്ബു അൻ യഅലമ അന്നഹു യുഹിബ്ബുല്ലാഹ് ഫൽയഅരിദ് നഫ്സഹു അലൽ ഖുർആൻ. ആരെങ്കിലും അല്ലാഹു തന്നെ ഇഷ്ടപ്പെടുന്നു എന്നറിയാൻ, അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമുണ്ടോ എന്നറിയാൻ സ്വന്തത്തെ ഖുർആനുമായി പരിശോധിക്കട്ടെ എന്നാണ്. അവൻ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അന്നഹു യുഹിബ്ബുല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിനെ ഇഷ്ടപ്പെടും. ഫൽയഅരിദ് ഫഇന്ന അഹബ്ബൽ ഖുർആന ഫഹുവ യുഹിബ്ബുല്ലാഹ്. അവൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഖുർആൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടും. ഫഇന്നമൽ ഖുർആനു കലാമുല്ലാഹി അസ്സ വജൽ, കാരണം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാകുന്നു. ഇമാം തബ്റാനി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. എന്താ ഈ വചനത്തിൽ എന്താ ഉള്ളത്? ഖുർആനുമായി നഫ്സിനെ നമ്മൾ തട്ടിച്ചു വെക്കണം എന്നാണ്. ഖുർആൻ ഇഷ്ടപ്പെട്ടവനെ അല്ല ഇഷ്ടപ്പെടുന്ന, അതിനെ വെറുത്തവനെയോ അല്ല വെറുക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനിനെ പഠിക്കലും പഠിപ്പിക്കലും അതിലേക്ക് ക്ഷണിക്കലുമൊക്കെ അതിന്റെ അവകാശത്തിൽപ്പെട്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. എത്രത്തോളം? മറ്റൊരു റിപ്പോർട്ട് കാണാം, ഇന്ന അഫ്ളലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമർ, അല്ലെങ്കിൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ അവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും ഏറ്റവും നല്ല ആരാധനയുമാകുന്നു ഖുർആൻ. അള്ളാന്റെ അടുത്തേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ആരാധന, ഏറ്റവും നല്ല മാർഗം അതാണ് ഖുർആൻ. അതുകൊണ്ട് തജ്വീദോടുകൂടി നമ്മളത് ഓതണം, തജ്വീദോടുകൂടി ഓതണം, അങ്ങനെ പഠിക്കണം. അതിൽ ഓരോ അക്ഷരങ്ങളും കൃത്യമായി ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിക്കണം. യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, സൂറത്തുൽ ബഖറ. ഓതേണ്ട മുറപ്രകാരം ഓതണം എന്ന് പറഞ്ഞാൽ യത്തബിഊനഹു ഹഖ്ഖ ഇത്തിബാഇഹി എന്ന ഒരു തഫ്സീർ, പിൻപറ്റേണ്ട വിധം പിൻപറ്റണമെന്നാണ്. മറ്റൊരു തഫ്സീർ യഖറഊനഹു ഹഖ്ഖ ഖിറാഅതിഹി, ഓതേണ്ടെന്ന മുറപ്രകാരം ഓതണമെന്നാണ്. അപ്പൊ ഓത്ത് ശരിയാകണം, പിൻപറ്റലും ശരിയാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ ഓതുക? തജ്വീദ് അനുസരിച്ച് ഓതണം. അതിനെന്താ മാർഗം? തജ്വീദ് പഠിക്കണം. എങ്ങനെ തജ്വീദ് പഠിക്കുക? ഖുർആൻ ഓത്തിലൂടെ പഠിക്കേണ്ടത്. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, കുറെ ആൾക്കാരുണ്ട് തജ്വീദ് പഠിക്കാൻ ഇറങ്ങി, കുറെ ആൾക്കാര് അറബി ഭാഷ പഠിക്കാൻ ഇറങ്ങി. അവസാനം ഞാൻ പരിശോധിച്ച് നോക്കുമ്പോ രണ്ടു കൂട്ടരും പഠിച്ചു കൊടുത്തുക, വിഷയത്തേക്ക് വരുന്നില്ല. തജ്വീദ് പഠിക്കാൻ വേണ്ടി ഹാലിലിട്ട് ഇറങ്ങി, നല്ല കുപ്പായം തുണിയൊക്കെ മാറ്റി തൊപ്പിയൊക്കെ ഇട്ടിട്ട് പുസ്തകവും പേനൊക്കെ ഇട്ട് ഇറങ്ങി. അറബി ഭാഷ പഠിക്കാനും കുറെ ആൾക്കാർ ഇറങ്ങി. അവസാനം എന്തുണ്ടായെന്നറിയോ? അറബി ഭാഷ അവർക്ക് ഖുർആനുമായിട്ട് ടച്ച് ചെയ്യാൻ കഴിയണില്ല. തജ്വീദ് ഖുർആൻ ഓതുമ്പോ വരുന്നില്ല. എന്തുകൊണ്ടറിയോ? തജ്വീദ് വേണ്ടത് ഖുർആൻ ഓതുന്നിടത്താൻ. പുറത്തുനിന്ന് പഠിച്ചു, പക്ഷെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ കഴിയണില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടറിയോ? വിഷയാധിഷ്ഠിതമായിട്ട് പഠിക്കലാണ്. ഓത്തിലൂടെയാണ് തജ്വീദ് പഠിക്കേണ്ടത്, ഓത്തിലൂടെ. അതിനെന്താ വേണ്ടത്? അതിന് നമ്മളൊന്ന് മെനക്കെടണം. ഓതാൻ അറിയണവരടുത്തിരിക്കണം. ആർക്കൊക്കെ ഓതാറിയാം? അപ്പൊ അതിൽ പല കുട്ടിയൊക്കെ ഓതാറിയാം. നമ്മളെന്ത് ചെയ്യാ? പിടിച്ചിരുത്ത. എനിക്ക് എത്ര വയസ്സായി? അപ്പൊ നമ്മളിങ്ങനെ ആലിക്ക് എത്ര വയസ്സായി? 50 കഴിഞ്ഞോ? 50 കഴിഞ്ഞു. എന്റെ വയസ്സല്ല കേട്ടോ, ഞാൻ ഊഹം പറഞ്ഞാണ്. അപ്പൊ എത്ര വയസ്സായി? 60 60 60 വയസ്സുള്ള ഞാനെങ്ങനെ 60 വയസ്സുള്ള ഞാനെങ്ങനെ 10 വയസ്സുകാരൻ്റെ അടുത്തിരിക്ക? ഐഷ്. മാത്രല്ല 50 വയസ്സിന്റെ വ്യത്യാസം. ഓനെന്താ വിചാരിക്ക? ഖുർആൻ തന്ന അല്ലെന്താ വിചാരിക്കാന്ന് ഒരു വട്ടെങ്കിലും ആലോചിച്ചാൽ ഇത് വിചാരിക്കൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇരിക്കന്നെ, എന്നിട്ട് ഓതുക. അപ്പൊ എന്റെ കുട്ടി നോക്കണുണ്ടോ ഓത്ത് ശരിയാണോ? അല്ലെങ്കിൽ മോനെ നോക്കണോ, ശ്രദ്ധിക്കണ്ടോ ഓത്ത് ശരിയാവണ്ടോ? ശരിയാവണില്ലെങ്കിൽ പറഞ്ഞു തരണം. ഓൻ പറഞ്ഞുതരും. ഓന് കൗതുകമായിരിക്കും, അത്ഭുതമായിരിക്കും. നമ്മളെ വിനയം കൂടും, ബഹുമാനം കൂടും. നമ്മൾ വിചാരിച്ച് നമ്മളെ വില പോകുന്നതാണ്. അല്ല, വില ഉണ്ടാകും. നിങ്ങൾക്ക് പ്രായഭേദമന്യേ ഖുർആൻ പഠിക്കാൻ നമ്മൾ ഇറങ്ങി നോക്കി, വില കൂടും, മാർക്കറ്റ് കൂടും. നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കാം മാർക്കറ്റ് ഇടിയുന്നതാണ്. അത് ചെയ്താൻ തോന്നിപ്പിക്കുക. പഠിക്കണ്ടാ, മാർക്കറ്റ് ഇടിയും. ആൾക്കാർ നിന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കും. അല്ല കൂട്ടരെ, ശരിക്കും ഖുർആൻ പഠിച്ചു നോക്കി നിങ്ങള്. ഈ അടുത്തൊരു സഹോദരിയുടെ വീഡിയോ ഞാൻ കണ്ടു. 82 വയസ്സ്, മസ്രിയാണ്, ഈജിപ്ഷ്യയാണ് തോന്നണം, ഈജിപ്തുകാര്.
82 വയസ്സ്. അവർക്ക് സമ്മാനം കൊടുക്കാണ്, ആദരിക്കാണ്, അനുമോദന ചടങ്ങാണ്. 82 വയസ്സ് ഖുർആൻ മുഴുവൻ അവർ ഹിഫ്ളാക്കി. എന്ത് സുന്ദരമായിട്ട് അവർ ഓതുന്നറിയോ, എന്ത് സുന്ദരമായിട്ട് 82 വയസ്സിൽ ഓതുന്നറിയോ. ഞാൻ പറഞ്ഞില്ലേ, ഷെയ്ഖ് അബ്ദുൽ മുസ്ലിം അബ്ബാദ് 50 വയസ്സ് കഴിഞ്ഞാൽ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കണം. പല സ്വഹാബികളും ഖുർആൻ പഠിക്കണം തന്നെ എപ്പോഴാ? ദീനിലേക്ക് വന്നിട്ടല്ലേ. ചില സഹാബികളൊക്കെ വന്നത് 55-60 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ എപ്പോഴാ ഒരു ഖുർആൻ പഠിക്കണം? 55-ാമത്തെ വയസ്സിൽ, അല്ലെ 60-ാമത്തെ വയസ്സിൽ. 70-ലാ വരുന്നത്. 70-ല് ഇന്ത്യയിലൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ, സൗദി അറേബ്യയിൽ ജീവിച്ച, ലോകത്തെ എത്രയോ മുഹദ്ദിസീങ്ങൾ ജീവിച്ചിട്ടും അവർക്കാർക്കും കഴിയാത്തൊരു ഭാഗ്യം കിട്ടിയൊരാണ്. അതിന്റെ പേര് എന്റെ മെമ്മറിയിൽ നിന്ന് ഇപ്പൊ പോയി, പക്ഷെ പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് കിട്ടും. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. UP ഭാഗത്ത് ജീവിച്ചു. UP-ലാ അദ്ദേഹം. അവിടുന്ന് എന്തൊരു പേരുണ്ട്, മദീനത്താണ്. അദ്ദേഹം ഇവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് അവിടെ പോയി, സൗദി അറേബ്യ പോയി, മദീനത്ത് പോയിട്ട് പഠിച്ചു. അദ്ദേഹം ലോകം അറിയപ്പെട്ട ഒരു ആലിമായി, ഒരു ബ്രാഹ്മണൻ. 40-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കണം. 40 കഴിഞ്ഞിട്ട് ദീന് പഠിക്കണം. അദ്ദേഹത്തിന്റെ പ്രത്യേകതരങ്ങള് സ്വഹീഹുകളായ ഹദീത്തുകളും മാത്രം ക്രോഡീകരിച്ച ലോകത്തെ ഏക ഗ്രന്ഥം. എല്ലാ സ്വഹീഹും ക്രോഡീകരിച്ച വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെത് മാത്രം. ഇമാം ബുഖാരിയുടെ സ്വഹീഹ്, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ സ്വഹീഹൊക്കെ അദ്ദേഹം ക്രോഡീകരിച്ചു. എല്ലാ സ്വഹീഹും മാത്രം ക്രോഡീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 40-45 വയസ്സിൽ ഇസ്ലാമിലേക്ക് വരാം, എന്നിട്ട് ദീന് പഠിക്കാം. ദീന് പഠിക്കാന്ന് മാത്രമല്ല, ഏറ്റവും നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുക അള്ളാഹു കൊടുത്ത തൗഫീഖാണ്. 50-60 വയസ്സ് വരെ ഇവിടെ ജീവിച്ചിട്ട് ഒരു അക്ഷരം ഖുർആൻ ഓതപ്പോഴും ഒക്കെ കഴിയണില്ലെങ്കിൽ നമ്മളെ സ്വയം കുറ്റപ്പെടുത്തുന്നല്ലാതെ അതിൽ വേറൊരു നിർവാഹമല്ല സാറ്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, പക്ഷെ നമ്മൾ സ്വയം എവിടെ നിൽക്കണമെന്ന് ആലോചിക്കാൻ വേണ്ടി പറയാം. കുറേ ഏതെങ്കിലുമൊക്കെ കിതാബ് വായിക്കണ കേൾക്കലല്ല, അള്ളാന്റെ കിതാബ് ഒന്ന് ശരിക്കും ഇന്നിപ്പോ ഭയങ്കര രസമാണ്. കിതാബ് തൗഹീദ് വായിക്കാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അള്ളാന്റെ കിതാബ് വായിക്കാൻ ഒരു ഇഷ്ടമല്ല. കിതാബ് തൗഹീദ് പഠിക്കണം, നിർബന്ധ ബുദ്ധിയോടെ പഠിക്കണം. ഇസ്ലാമിന്റെ അഖീദ ഗ്രന്ഥങ്ങളിൽ പലതും വളരെ ഉഷാറായിട്ട്, അതുപോലെ ഉസൂലിയായ ചില ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ വളരെ രസകരമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ കേൾക്കാറുണ്ട്. പല ചെറുപ്പക്കാരും, ഞാനൊരു അത്ഭുതപ്പെട്ടു പോയി ഒരു ചെറുപ്പക്കാരന്റെ സംസാരം കേട്ടത്. പക്ഷെ അലിഫ് നിട്ടപ്പോൾ 1 വായിക്കാനുള്ള ഇൽമേ ഓനുള്ളൂ. ഓന്റെ കുറ്റല്ല, ഓനെത്തുന്നില്ല. കിതാബ് വായന ഭയങ്കര രസമാണ്, കിതാബ് വായിക്കണ്ടേ. എടോ, അള്ളാന്റെ കിതാബ് ഒന്ന് വായിക്കാൻ പഠിക്കണോ. അള്ളാന്റെ കിതാബ് അതൊന്ന് ഫാത്തിഹ സൂറത്തെങ്കിലും ഒന്ന് തെറ്റുകൂടാതെ ഓതാൻ. ആ ഫാത്തിഹ സൂറത്തിന്റെ ആദ്യാവസാനം ഒന്ന് അർത്ഥത്തോടു കൂടി ഒന്ന് ഓതാൻ. നിസ്കാരത്തിൽ ഓതുന്ന അടിസ്ഥാനപരമായ സമയ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് അത്തഹിയാത്തുൽ മുബാറക, അതിന്റെ അർത്ഥങ്ങൾ ഒന്ന് പഠിക്കണോ. വലിയ വലിയ കിതാബുകളെ കുറിച്ചൊക്കെ പിന്നെ ചർച്ചയാക്കാം. നമുക്ക് അള്ളാന്റെ കിതാബ് ചർച്ചയ്ക്ക് ആദ്യം. ഇപ്പോഴും ചില ആൾക്കാരെ ഓത്ത് കണ്ട നമ്മൾ ഞെട്ടിപ്പോയി. ഞാൻ സാധാരണ ഇവിടെ തന്നെ മുമ്പ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ സാധാരണ നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ഏറ്റവും ഹിഫ്ള് സൂറത്ത് യാസീൻ. യാസീൻ ഇങ്ങനെ ഓതുമെന്താ, നമ്മളെ നാട്ടിൽ ഓത്തെന്താ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. കലം എവിടുന്നപ്പോ നിങ്ങൾക്ക് കലം കിട്ടി? അവിടെ കലം കൊടൊക്കെ. അപ്പൊ എന്താ സംഗതി അറിയോ? സത്യത്തിൽ എന്താ അറിയോ? ഇന്നക ലമിനൽ മുർസലീൻ, ഇന്നക ലമിനൽ മുർസലീൻ. ഓതിയത് എങ്ങനെ? ഇന്നക ലമിനൽ മുർസലീൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയും 90% ആളുകൾ ഓതണം അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത്. ഞാൻ ഒരു ഉദാഹരണം എളുപ്പത്തിൽ വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏതെങ്കിലുമൊക്കെ ഒരാൾ മരിച്ചു കൊടുത്ത ആരെങ്കിലുമൊക്കെ ഓതുന്നുണ്ടെങ്കിൽ കുറച്ച് വിട്ടു നിന്നിട്ടാണ് എനിക്ക് കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മരിച്ചു കൊടുത്തോത്ത് വിധത്താണ്, അത് മറ്റൊരു വിഷയം. ആളുകൾ ഓതണം അങ്ങനെയാണ്, 1-2 എത്ര നമ്മളോ ആളുകൾ പോലും ഓതുന്നെടുത്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓതുന്നിടത്ത് തന്നെയാണ് കാണാം. ചില ആയത്തുകളൊക്കെ ഓതുന്നിടത്ത് അവിടെ കെസർ പറയേണ്ടടുത്ത് സുക്കൂന് പറയും, സുക്കൂന് പറയുന്നിടത്ത് കെസർ. സാധാരണ എളുപ്പം മനസ്സിലാക്കാൻ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്. എന്ത്? ലിസഈഹാ റാളിയ ഫീ ജന്നത്തിൻ ആലിയ. അല്ലേ? സഈഹാ ബോർഡ് ഞാൻ പണ്ട് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എഴുതി കഴിച്ചിട്ടുണ്ട്. സഈഹ എന്നാ എന്തായി പോയി? ശരിക്കും എങ്ങനെ? സഈഹ എന്നാണ്. സഈഹ ഐനിന് സുക്കൂനാണ്. നമ്മൾ ഓതുമ്പോ സഈഹ റാദിയ, അപ്പൊ എന്തായി? കിസ്റായി പോയി. ജലിയായ തെറ്റുകൾ ഹറാമാണ്.
ഖുർആൻ ഓതിട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്? കൂലി. ഓതിട്ട് എന്താ കിട്ടുക? കുറ്റം. വല്ലാഹുൽ മുസ്തആൻ. ഇത് വളരെ അപകടമാണ്, വളരെ അപകടമാണ്. അതുകൊണ്ട് നമ്മൾ ഓതണം. എങ്ങനെ ഓതണം? യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, ഓതേണ്ട മുറപ്രകാരം ഓതണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഞാനിത് വിമർശനത്തിന് വേണ്ടി പറഞ്ഞല്ല, നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പഠിക്കണം, നമ്മൾ പറ്റണത്ര പഠിക്കുക. അപ്പൊ ഞാൻ ഓതിയാലും തെറ്റുണ്ടാവും, നമ്മൾ ആരും ഓതുമ്പോഴൊക്കെ തെറ്റുണ്ടാവും. തെറ്റെന്ത് ചെയ്യണം? തിരുത്തണം. അഹങ്കാരം പാടില്ല. എനിക്കൊക്കെ അറിയുന്നുള്ള ചിന്ത അത് അപകടമാണ്. ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത ഉണ്ടോ, അത് അപകടമാണ്. ഞാൻ ഒരു ചുക്കല്ല എന്ന് മനസ്സിലാക്കിയല്ലേ ഒരു പ്രശ്നമല്ല. എനിക്ക് എന്തൊക്കെ തിരിയും. ഞാനൊരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പള്ളി ദർസിലൊക്കെ പഠിച്ചാനാണ്. ഞാൻ കുറച്ചൊക്കെ അറബി കോളേജിൽ ഓതിയവനാ. എനിക്ക് എന്തോ അറിയുന്നൊരു ചിന്ത ഉണ്ടോ, എന്നാ പോയി പിന്നെ എടുക്കല്ല. എനിക്കൊന്നും അറിയില്ല. നിസ്ഫുൽ ഇൽമി ലാ അദ്രീ എന്നാണ് ഖായിദ. അറിവിന്റെ പകുതി തന്നെ എന്താ? എനിക്കൊന്നും അറിയില്ല എന്നാണ്. എനിക്കൊന്നും അറിയില്ല എന്നാൽ തന്നെ അവന് പകുതി അറിവായി. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയെങ്കിലും തിരുത്തുക. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് നിങ്ങളോട് ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഇവിടെ കുട്ടികൾ കുറെ ഉണ്ട്, ഇവിടെ ഇമാമുണ്ട്. ഒരു മടിയും വിചാരിക്കണ്ട, ഒന്ന് വന്നിരുന്ന് ഓത്, പഠിക്കുക. ആരെ നമ്മൾ ബോധിപ്പിക്കണ്ട, ആരും ബോധിപ്പിക്കണ്ടല്ലോ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു മനുഷ്യൻ മുസ്ലിമായി തന്നെ ജീവിച്ച് വയോവൃദ്ധനായിട്ടും ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ നിന്ദ്യത മറ്റെന്താ പറയുള്ളവര്? കുട്ടിക്കാലത്ത് കാണാൻ തുടങ്ങിയത് ഖുർആൻ 75 80 90 അത്തും വിത്തുമാണ്. നേരത്തും കൈ ഇങ്ങനെ വറച്ചിട്ട് ഖുർആൻ പിടിക്കാൻ. അപ്പോഴും ആ പഴയ ഓത്ത് തന്നെ. ഏത് ശരിയാകാത്ത ഓത്ത്. എത്ര നിർഭാഗ്യവാനാണ് അയാൾ, എത്ര നിർഭാഗ്യവാനാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. രണ്ടാമത് അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. അത് നമ്മുടെ മേലൊരു ബാധ്യതയാണ്. എന്താ നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്തടത്തൊരു കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നിസ്കാരത്തിന്റെ പുറകിൽ നിൽക്കുമ്പോൾ പല ആൾക്കാരും ഓത്തിന്റെ രസം കൊണ്ട് മാത്രം നിൽക്കണം, അല്ലാതെ പറയണത് എന്താന്ന് മനസ്സിലാക്കിയിട്ടൊന്നല്ല. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഓത്തിന്റെ രസത്തെക്കാളും വലിയ മാധുര്യാണ് എന്താണ് ഓതുന്നത് എന്ന് അറിയുന്നിടത്തുള്ള രസം. അതിന് നമ്മൾ ഇരട്ടി മധുരം എന്ന് പറയേണ്ടി വരും. 2 മധുര കിട്ടും. ഒന്ന് ഓത്തിന്റെ രസം, 2 ആശയങ്ങൾ മനസ്സിലാക്കുമ്പോണ്ടാകണ രസം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ കൈകെട്ടിട്ട് വത്തഖൂ യൗമാ തുർജഊൻ, ഇമാമ് വീണ്ടും ആവർത്തിക്കണം. വത്തഖൂ യൗമാ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. ഈ അർത്ഥം മനസ്സിലായാല് ചങ്ക് കൊള്ളും. ചങ്ക് കൊണ്ടാൽ തൊണ്ടയിടറും, കണ്ണു നനയും. അപ്പോഴാ കരച്ചിൽ വരിക. അതിനെന്താന്നറിയണ്ടേ? എന്താന്നറിയണ്ടേ? നിങ്ങൾ ആലോചിക്കും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് ഓതിയിട്ട് നെഞ്ച് കിടുകിടുത്ത ആളുകൾ എത്ര നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവോ? അതുപോലെ സൂറത്ത് തൂർ ഓതിയിട്ട് ബോധരഹിതനായി വീണ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് സൂറത്ത് തൂറിലെ 9-10 ആയത്തുകൾ കേട്ടിട്ട് കാദ ഖൽബി അയ്യതീർ, എന്റെ ഹൃദയം പറന്നു പോകുമാറായി. സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അന്ന് അദ്ദേഹം ശത്രുപക്ഷത്താണ്. അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് മാർഗദർശനം കിട്ടിയത് ഒരു മുശ്രിക്കിന്റെ ഹൃദയത്തെ പോലും ദീനിലേക്ക് വളച്ചത് ആയത്താണ്. മഹാനായ സ്വഹാബി അദ്ദേഹം ദീനിലേക്ക് വന്നത് ഈ ഒരൊറ്റ ആയത്തോണ്ട. എത്ര ആയത്തുകൾ പൂർവികരെ മാറ്റിയത് ആയത്താണ്. പൂർവികരെ മാറ്റിയത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ഇത് 2 നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആയത്ത് പഠിക്കണം, ഖുർആൻ പഠിക്കണം. മിനിമം നമ്മളതിന്റെ ആശയങ്ങളെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബദ്ധശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാകണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ആ ഖുർആനിൽ ഉൾക്കൊണ്ട ആശയങ്ങളും ആദർശങ്ങളും എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ ചിന്തിച്ച് പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ജീവിതത്തിലേക്ക് പകർത്തുവേണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഒറ്റ ഉദാഹരണം പറയാം. ഖുർആൻ പകർത്താന്ന് പറയുമ്പോ ഇപ്പൊ നോക്കി, നമ്മൾ എപ്പോഴും ഓതും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അയാൾ ഖുർആൻ ഓതി ഖുർആന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ലേ? അർത്ഥം അയാൾക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചു. പക്ഷേ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചെരുപ്പിടുമ്പോ പെട്ടെന്ന് തട്ടിത്തെറിഞ്ഞിട്ടാണ് വീണപ്പോ അയാൾ പറഞ്ഞു ബദരീങ്ങളെ. അയാൾ ഓതിയതും
മനസ്സിലാക്കിയതിനും എതിരാണ് അയാൾ ഇപ്പോൾ ചെയ്തത്. അയാൾ ഖുർആനിനെ തള്ളിയവനാണ്. ഖുർആനെ തള്ളിയവനാണ്. കാരണം അയാൾ വിളിക്കേണ്ടത് ആരായിരുന്നു? അല്ലാഹുവേ എന്നായിരുന്നു. അയാൾ ഓതിയത് അതാണ്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നതാണ്. പക്ഷെ ചോദിച്ചത് വേറെ ആളോടാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഖുർആൻ അപകടത്തിലാണ്. ഓരോ വിഷയത്തിലും പലിശയുടെ ആയത്തോതുന്നു, ആയത്തെ ഓത്തിങ്ങനെ പോകണം. പലിശ പലിശ റിബ 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 കാണാൻ റിബ കണ്ടിട്ട് തന്നെയാണ് പിന്നെയും നമ്മൾ കച്ചവടത്തിന് വീണ്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, മോളെ കെട്ടിക്കാൻ പിന്നെയും സ്വർണം കൊണ്ടേ പണയം വെച്ചത്, പിന്നെയും മറ്റേ ആധാരം കൊണ്ടേ പണയം വെച്ചത്, രണ്ടാമത്തെ നിലയുടെ വാർപ്പ് പൂർത്തിയാക്കാൻ പിന്നെയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, എന്നിട്ട് അതേപോലെ എന്റെ താഴത്ത് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് എന്ത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറഹു, കച്ചവട ഹലാലാക്കി പലിശ ഹറാമാക്കി. എവിടുന്ന് ഓതുന്നു? കടയിലിരുന്നിട്ട് അല്ലെങ്കിൽ കുടിയിലിരുന്നിട്ട് ഓതുന്നേതാ? കച്ചവട ഹലാല് പലിശ ഹറാമ്. വീടിന്റെ രണ്ടാമത്തെ നിലപ്പളും പോതുന്നു പലിശ മല. താഴത്ത് ഓതുന്നെന്താ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ആയത്തിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി. ആയത്ത് മനസ്സിലായോ? മനസ്സിലായി. പഠിച്ചു. ഓതാൻ അറിഞ്ഞോ? കാര്യല്ല. ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഓൻ ആയത്തിനെ തള്ളിയവനാണ്. അങ്ങനെ 100 ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഞാൻ പ്രയാസപ്പെടുത്താൻ അവസാനിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ നന്നായി ചിന്തിക്കുക, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. കിട്ടിയ സാധനം കിട്ടിയത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതെന്താണ്? അത് നമ്മുടെ ബാധ്യതയാണ്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റസൂൽ പറയുമെന്ന് അല്ലാഹു പറഞ്ഞല്ലോ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ പറയും, എന്റെ റബ്ബേ, തീർച്ചയായും എന്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അഥവാ ഹജ്റുൽ ഖുർആൻ. എന്താണ് ഹജ്റുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഖുർആൻ ഓതാത്തവർ ഖുർആനെ തള്ളിയവരാണ്. ഖുർആൻ മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കാത്തവർ അതിനെ തള്ളിയവരാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തവർ അതിനെ തള്ളിയവരാണ്. ഖുർആൻ ശിഫയുടെ മാർഗമായി കാണാത്തവർ അതിനെ തള്ളിയവരാണ്. ഖുർആനിൽ നിന്ന് ചിന്തിക്കാത്തവർ അതിനെ തള്ളിയവരാണ്. ഇങ്ങനെ ഷെയ്ഖ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം അതുപോലെ മറ്റ് പ്രമുഖ മുഫസ്സിറുകളൊക്കെ കൂട്ടത്തിൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ വിശദീകരിക്കുന്ന ധാരാളക്കണക്കിന് വിവരണങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും. വല്ലാഹു തആല അഅലം. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ കിതാബിനോടുള്ള നമ്മുടെ പരിഗണനയെ സംബന്ധിച്ചാണ്. നമ്മൾ അള്ളാഹുവിന്റെ കിതാബിനെ നന്നായി പരിഗണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പരിഗണിക്കുന്ന, ഖുർആനെ മഹത്വവൽക്കരിക്കുന്ന, ഖുർആൻ കൊണ്ട് 2 ലോകത്തും രക്ഷ നേടുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കിതാബ് കൂടുതൽ ആഴത്തിൽ അത് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ വിഷയത്തിലുള്ള തടസ്സങ്ങൾ അള്ളാഹു തആല നമുക്ക് നീക്കി തരുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഒരു മനസ്സ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, നമ്മുടെ നജീബാക്ക ചെറിയൊരു പ്രയാസത്താൽ അദ്ദേഹം വിശ്രമത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല അദ്ദേഹത്തെയും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. ആഫിയത്തോടെ ദീർഘായുസ്സോടെ അള്ളാഹിന്റെ ദീന് പഠിച്ച് പകർത്തി പ്രബോധനം ചെയ്ത് ആ മാർഗത്തിൽ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ഇന്നലെയും മറ്റ് പല ദിവസങ്ങളിലുമായി നമ്മിൽ നിന്ന് മരണപ്പെടഞ്ഞു പോയ ധാരാളക്കണക്കിന് മുവഹിദുകൾ അള്ളാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ലോകരോട് പറഞ്ഞ ധാരാളക്കണക്കിന് പണ്ഡിതർ, അതുപോലെ പ്രബോധകർ, സാധാരണക്കാർ അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.